പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് ചെന്നേ, എന്തൊരു ആർഭാടമാ! വസ്ത്രധാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? നടത്തുന്ന പാസ്റ്റർമാർക്ക് പോലും ഇത് മിണ്ടാൻ മേലാത്ത സാഹചര്യമായി. ആരോട് പറയാനാ? ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു, പണ്ടൊക്കെ ഞാൻ പഴയ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. ആ പഴയ കല്യാണ ഫോട്ടോ എന്ത് യോഗ്യമാണെന്നറിയാമോ? അതിൽ ഞാൻ കണ്ട കാര്യമാണ്. അത് മാത്രമല്ല, പഴയ ഫോട്ടോ ഈ സഹോദരിമാരെല്ലാം കല്യാണത്തിന് വധു മൂടുപടം ഇട്ടായിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കണ്ട കാര്യമാണ്. ഇങ്ങനെ മൂടുപടം. ഇപ്പൊ കുറെ പെണ്ണുങ്ങള്, കുറെ എവളുമാരെ ഇപ്പം പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. പെന്തിക്കോസുകാർ പെൺപിള്ളേരെ വിവാഹ സ്റ്റേജിലോട്ട് സദസ്സിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ, ഇത് ഇത്രേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. നടത്തിപ്പുകാർക്കോ ലോക്കൽ പാസ്റ്റർക്കോ സെൻട്രൽ പാസ്റ്റർക്കോ മിണ്ടാൻ മേലിപ്പം. ഉൽപ്പത്തി 3-ാം അധ്യായം നിങ്ങൾക്കറിയാം, നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ ഏത് മരണത്തെ പരാമർശിച്ചോ ആ മരണം 3-ാം അധ്യായത്തിൽ പ്രവേശിച്ചു. ഉൽപ്പത്തി 4-ാം അധ്യായം ശാരീരിക മരണം നടക്കുന്നു. കയീൻ ഹാബേലിനെ കൊന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടികയാ. നിങ്ങൾക്കറിയാം, ഭയാനകമായ ഒരു അധ്യായം. അറിവില്ലാത്ത അജ്ഞരായ ചിലർക്ക് ഉൽപ്പത്തി 5. ആ അധ്യായത്തിൽ മുഴുവൻ മരിച്ചെന്ന ഉൽപ്പത്തി 5. ആലാം മരിച്ചു, ഷേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഗലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധൂശലേക്ക് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹ മരിച്ചു. ആ സഹോദരി എണ്ണുകാന്ന മൈക്കോ വെള്ളം വീണു. ഞാനൊരുത്തിന് എണ്ണുകാന്ന്. അല്ല, എണ്ണിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ? അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടിക. എല്ലാരും മരിച്ചെന്ന ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ആ ഉൽപ്പത്തി 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം. 5-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇന്നയാളിനെ ജനിപ്പിച്ചു, പിന്നെ അവൻ ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഒന്ന് വായിച്ചേരും മനോജ് പാസ്റ്റേ. ആരേലും ഇനി ഇതുവരെ ആ ഭാഗം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേര്. ഉൽപ്പത്തി 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. അടുത്ത വാക്യം. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. അപ്പോൾ അവിടെ വായിക്കുന്ന ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ഈ പദം എടുക്കണം, ജീവിച്ചിരുന്ന്. അല്ല, ഏനോശിനെ ജനിപ്പിച്ചതിന് ശേഷം ശേത്ത് ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇനി അതിന്റെ 9-ാം വാക്യം. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. അടുത്തത്. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്നു. ഏനോശ് പിന്നെ ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അല്ല, ഏനോശ് പിന്നെ ജീവിച്ചിരുന്ന. ഇനി അതിന്റെ 12-ാം വാക്യം വായിച്ചേ. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. അടുത്തത്. മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും എന്ന് പറഞ്ഞ തലമുറകളെ ജനിപ്പിച്ചവരെല്ലാം പിന്നെ ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചെന്ന 15-ാം വാക്യം. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരദിനെ ജനിപ്പിച്ചു. യാരദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ 830 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അങ്ങനെ എഴുതിയേക്ക്. ഇനി അതിന്റെ 15-ാം വാക്യം വായിച്ചേ. 18-ാം വാക്യം. യാരദിന് 112 വയസ്സായപ്പോൾ 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. അടുത്തത്. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ജീവിച്ചിരുന്നു. ഇതെല്ലാം വായിക്കുന്നത്
പിള്ളേരെ ജനിപ്പിച്ചേച്ച് ജീവിച്ചിരുന്ന് വീണ്ടും പുത്രന്മാരെയും ജനിപ്പിച്ച ഇടക്കത്തെ കണ്ണിക വിട്ടേച്ച 25-ാം വാക്യം വായിച്ചേ. മെഥൂശലേഖിന് 187 വയസ്സായപ്പോൾ അവൻ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലേഖ് 782 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 28-ാം വാക്യം വായിച്ചേ. ലാമെക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരെല്ലാം തലമുറകളെ ജനിപ്പിച്ചതിന് ശേഷം ജീവിച്ചിരുന്ന പുത്രന്മാരെയും ജനിപ്പിച്ചു. എന്നാൽ അതിനിടയ്ക്ക് ഒരാളെ പറ്റി എഴുതിയിരിക്കുന്നത് ആമേ തലമുറയെ ജനിപ്പിച്ചു ജീവിച്ചിരുന്നല്ല. അതിന്റെ 21-ാം വാക്യം വായിച്ചേ. 18-ാം വാക്യം. യാരദിന് 122 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. 21-ാം വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും. മനസ്സിലായോ? നിങ്ങൾ പറയാൻ മനസ്സിലായി? ഉള്ള വാക്യം മുഴുവൻ ഇന്ന് വായിപ്പിച്ചു. സൂക്ഷിച്ച് വായിച്ചവർക്ക് പിടികിട്ടി കാണും. പിതാക്കന്മാരെ അല്ലേ, ഷേത്തിനെ, ഏനോശിനെ, കേനാനെ, മകലേല്, യാരദിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ തലമുറകളെ ജനിപ്പിച്ചു പിന്നെ ജീവിച്ചിരുന്ന പുത്രന്മാരെയും ജനിപ്പിച്ചു. പക്ഷെ അതിനിടയ്ക്ക് ഒരു പദമാ ഹാനോക്കിനെ പറ്റി. അങ്ങനല്ല. ഹാനോക്ക് മെഥൂശലേഖിനെ ജനിപ്പിച്ചേച്ച് പിന്നെ ജീവിച്ചെന്നല്ല, അവൻ ദൈവത്തോട് കൂടെ നടന്നെന്നാ. നീ ചുമ്മാ കഞ്ഞിയും പയറും ഉള്ള ചിക്കനും കുന്തവും കോടാലും തിന്ന് ജീവിച്ച് ചാകാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നീ ദൈവത്തിന്റെ കൂടെ നടക്കാനാ. ഉള്ള ഏട്ടക്കൂരി മൂരിയിറച്ചി വല്ല അടിച്ച് പെരുക്കിയേച്ച് മൂരിയുടെ കൂരിയുടെ ഊരാ ചിലർക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മര്യാദയ്ക്ക് ചിലർ ഇടപെടുകയല്ലോ. സ്തോത്രം. അറിഞ്ഞു പിടിക്കുകയല്ലയോ മാസയോഗത്തിന് മൂരി. ഇപ്പൊ പിന്നെ മാസയോഗം നടക്കുന്നില്ല. ഇതൊക്കെ ദൈവത്താൽ സംഭവിച്ചതാ. എല്ലാം സൂമിനകത്തോടാ. വേഗക്കുട്ടിയെ കാണുന്നില്ലല്ലോ. ഈ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാ മരണം വരെ. അതിലെല്ലാറ്റിലും ഉപരി ആത്മീക ഭക്ഷണം അത്യാവശ്യം ദൈവമക്കളോട് ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഭാഗത്തെല്ലാം വായിക്കുന്നത് തലമുറകളെ ജനിപ്പിച്ച ജീവിച്ചിരുന്ന് വീണ്ടും പിള്ളേരെ ജനിപ്പിച്ചെന്ന. പക്ഷെ ഹാനോക്കിനെ പറ്റി അങ്ങനല്ല. അവന്റെ 65-ാമത്തെ വയസ്സിൽ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. പിന്നെ അടുത്തത് ജീവിച്ചിരുന്നല്ല, മെഥൂശലേഖിനെ ജനിപ്പിച്ചു 300 കൊല്ലം ദൈവത്തോട് കൂടെ അങ്ങ് നടന്നു. സ്തോത്രം. ഇനി അവിടെ വേറൊരു ചിന്തയെ കൊണ്ടുവരുന്ന എല്ലാം വായിപ്പിക്കുന്നില്ല. അവിടെ എല്ലാം വായിക്കുന്നത് ഒടുവിൽ മരിച്ചെന്നാണ്. പക്ഷെ ഹാനോക്കിനെ പറ്റി നമുക്കറിയാൻ എഴുതിയിരിക്കുന്ന മരിച്ചെന്നല്ല, എടുക്കപ്പെട്ടെന്ന. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള ഈ വല്ലാത്ത ലോകത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൂടെ നടക്കണം. കൂടെ നടക്കണമെങ്കിൽ അതിന് വേദപുസ്തകത്തിൽ ഒരു പ്രമാണമുണ്ട്. പ്രവചന പുസ്തകത്തിൽ 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? 2 പേര് ഒത്തിട്ടല്ലാതെ 300 കൊല്ലം നടന്നെന്ന് പറഞ്ഞാൽ 2 പേരോട് ഒത്തോണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ ചില ഭാര്യയും ഭർത്താവിനും നോക്കിയാൽ ഭാര്യ ദൂരെ മാറിയാണ് നടക്കുന്നത്, ഭർത്താവ്. എന്നാൽ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പിടിക്കെ 2 പേരൊക്കാനെ നടക്കാനൊക്കെ ഇതില്ല. 300 കൊല്ലം ദൈവമായിട്ട് ഒത്തു എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ഒത്തു, ഇടപാടൊത്തു, സംസാരം ഒത്തു, പ്രവൃത്തികളെല്ലാം ഒത്തു. അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ദൈവം ഹാനോക്കിനെ പോലെ വന്നൊത്തെന്നല്ല, ഹാനോക്ക് ദൈവത്തോടൊത്തെന്ന എന്ന് പറഞ്ഞാൽ ദൈവികമായ ചിന്തയും വിചാരങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാ തൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഒന്നിച്ച് നടന്നത്.
ആട്ടെ, ഇടയ്ക്ക് കയറി ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മരണത്തിന്റെ നീണ്ട പട്ടിക. വേദ പഠിതാക്കൾ ചിലര് ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ ചിലർ പറയുന്നത് സെമിത്തേരിയുടെ അധ്യായമെന്ന. ഭയാനകമായ അധ്യായമാണ് ചിലർക്കിത്. എന്നാൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഇത് ഭയത്തിന്റെ അധ്യായമല്ല. 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് ഒരു ദിവസം ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു, ഹാനോക്കെ, നീ 300 കൊല്ലം എൻ്റെ കൂടെ നടക്കുകയല്ലേ, അത് ഇനി നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. ദൈവം എടുത്തു. ഇനി വേറൊരു ചിന്ത ഞാൻ മിക്കപ്പോഴും മരണ വീടുകളിലും പരാമർശിക്കും, നിങ്ങൾക്കും എല്ലാം അറിയാം, നിങ്ങളും അവസരം കിട്ടുമ്പോൾ പറയുന്നതാ. ഈ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത് ചെറുപ്രായത്തിൽ മരിക്കുക, യൗവനത്തിൽ മരിച്ചു, അല്ലെ ഒരു 30 വയസ്സ് 20 വയസ്സ് 40 വയസ്സ് 50 വയസ്സിലൊക്കെ മരിക്കുന്നത് ഏതാണ്ട് ശാപമാണെന്ന. അല്ല, ഏത് സമയത്തും മരണം എന്നെ നിങ്ങളും പിടികൂടാം. അങ്ങനെ ഹാനോക്കിന്റെ മരണം ശാപമാകാനാ സാധ്യത. കാരണം ആ കാലത്തെ പിതാക്കന്മാരെല്ലാം 930, 967, 900, 800 ചില്ലുവാനോ വയസ്സ് വരെ ജീവിച്ചിരിക്കുക. അന്നേരം ഒരാൾ മാത്രം 365 വയസ്സ് തീർന്നു, കാണുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ദീർഘവർഷങ്ങൾ ജീവിക്കുന്നതല്ല വിഷയം. ദീർഘവർഷങ്ങൾ ജീവിക്കുന്ന തെറ്റാണെന്നോ ശാപമാണെന്നോ ദോഷമാണെന്നല്ല എൻ്റെ വാദം. അതും നല്ലത്. എന്നാൽ ചെറുപ്രായത്തിൽ, യൗവന പ്രായത്തിൽ 40, 50, 60 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 35 വയസ്സിലൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ശാപമാണെന്ന് ധരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ഏൽപ്പിച്ച കാര്യം നിവർത്തിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാതിരിക്കുന്ന നല്ലത്. വെറുതെ വീട്ടുകാർക്കും സഭക്കാർക്കും മെനക്കേടുണ്ടാക്കി വെക്കരുത്. ദൈവം ഏൽപ്പിച്ച കാര്യവും ചെയ്ത് അല്ലാത്തതും ചെയ്തേച്ച് പിന്നെ വന്ന് സഭയിലിരുന്നങ്ങ് മുരടുക. ഒരു നല്ല യോഗം നടത്താൻ പോലും ചിലത് സമ്മതിക്കുകയല്ല. അതിന് അപ്പച്ചൻ സമ്മതിക്കുകയല്ല. അപ്പച്ചൻ നേരത്തെ പോകേണ്ട ആളാ. ചുമ്മാ മെനക്കേടൊപ്പിച്ച് വെക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവ് അവിടുന്ന് തന്നെ ഏൽപ്പിച്ചത് നിവർത്തിച്ചെങ്കിൽ എന്നെ അങ്ങ് എടുത്തോണം. സ്തോത്രം. അപ്പൊ ആയുസിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്, 90, 100 അങ്ങ് നല്ലതാ. എന്നാൽ യൗവനത്തിൽ പോകുന്നവരെ കുറിച്ച് മറ്റ് ചിന്ത ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹാനോക്കിനെ കാണുന്നില്ലെന്നാ. 365 കൊല്ലമേ ജീവിച്ചുള്ളൂ, പക്ഷേ അതിൽ 300 കൊല്ലവും ദൈവത്തിന്റെ കൂടെ നടക്കുക. ഈ ഭൂമിയിൽ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നെന്നുള്ളതല്ല വിഷയം, ജീവിക്കുന്നിടത്തോളം നീ ദൈവത്തോടു കൂടെ എത്ര നാൾ നടക്കുന്നെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കിത് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നന്മയുമല്ല കർത്താവിനോട് കൂടെ നടന്ന് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിപ്പാനാ അവൻ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകം ആരംഭ അധ്യായത്തിൽ മരണത്തിന്റെ പരാമർശമില്ല. ഓടിച്ച ഭാഗം മുമ്പോട്ട് പോയി. എന്നാൽ ഒടുവിലത്തെ അധ്യായം 2 അധ്യായം 49ഉം 50 2 അധ്യായത്തിൽ 2 മരണമാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് യാക്കോബിന്റെ മരണവും 2 യോസഫിന്റെ മരണവും. ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിച്ചു. യാക്കോബ് മരിച്ചതിന് ശേഷം യാക്കോബിനെ കൊണ്ട് മിസ്രയീമിൽ നിന്ന് കനാന് കൊണ്ടുവന്ന് അടക്കി. ശവസംസ്കാരമെല്ലാം കഴിഞ്ഞ് ജ്യേഷ്ഠന്മാരും സഹോദരന്മാരെല്ലാം കൂടെ തിരിച്ച് മിസ്രയീമിൽ വന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാര് ഒന്നിച്ച് നിന്നേച്ച് പറയുന്ന ഭാഗമാണ് 14-ാം വാക്യം മുതൽ. ഒന്ന് വായിച്ചേര്. 14, 50-ന്റെ 14. ജോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസഫ് നമ്മെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ച്, അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. ആ ഭാഗമൊക്കെ നമുക്കറിയാം. ജ്യേഷ്ഠന്മാർ അപ്പനെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു വന്നപ്പോൾ ഇവര് കമ്മിറ്റി കൂടി വെച്ച് പറയുക, അപ്പം മരിച്ചു, പരുവക്കേടായി, മിക്കവാറും യോസേപ്പ് നമ്മളെ ദ്വേഷിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഭാഗമെല്ലാം ചിന്തിച്ചതാണ്. യോസേപ്പിനെ പറ്റി അപ്പൻ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞൊരു പദമുണ്ട്, യോസേപ്പ് ഫലപ്രദമായ വൃക്ഷം. അങ്ങനെ ആ ഉൽപ്പത്തി 49-ന്റെ 22-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അപ്പൊ യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം, നല്ല ഫലമുള്ള വൃക്ഷമായ യോസേപ്പ്. അത് പുതിയ നിയമസഭയോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം,
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ആ ആത്മാവിന്റെ ഫലത്തിലെ ആദ്യത്തെ ഫലം ആ സ്നേഹം. ഈ സ്നേഹം യോസേപ്പിന്റെ ജീവിതത്തിലുണ്ട്. ആ ഫലം, സ്നേഹം എന്ന ഫലം നന്നായിട്ട് കായ്ച്ചു നിൽക്കുക. ആരിൽ? യോസേപ്പിൽ. PYP അംഗങ്ങളിലെല്ലാം സ്നേഹം എന്ന ഫലം നല്ലതുപോലെ കായ്ച്ചു നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ പാനൽ പിടിക്കുകയും ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും, അത് PIP മാത്രമല്ല, YPC, പിന്നെ ചച്ചകോടിന്റെ എന്തുവാ YPE, പിന്നെ CM നമ്മുടെ അവരുടെയാ AGയുടെ ചാരോന്റെ എന്നതാ, ചാരോന്റെയാ CM. അപ്പൊ AGയുടെയോ? CA ആന്നേലും BA ആന്നേലും ഏത് A ആന്നേലും ആത്മാവിന്റെ ഫലം ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അപ്പൊ യോസേപ്പ് ഈ ഫലപ്രദമായൊരു വൃക്ഷമാണ്. ഈ ഫലം കായ്ച്ച് യോസേപ്പ് ഇങ്ങനെ നിൽക്കുക. ആ ഫലത്തിലെ ആദ്യത്തെ ഫലം ആ സ്നേഹം. ആ സ്നേഹത്തിന്റെ വിശേഷത നമുക്കറിയാം. നിങ്ങളെ പഠിപ്പിക്കേണ്ട. കൊരിന്ത്യർക്ക് എഴുതിയ ആ 1-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചോ. അറിവുള്ള വാക്യമായി എന്നാലും ഒന്ന് പൊതുവിൽ വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഈ ഫലം യോസേപ്പിലുണ്ട്. ദീർഘമായി ക്ഷമിക്കുക. ഈ ജ്യേഷ്ഠന്മാര് യോസേപ്പിനെ കണ്ടമാനം പീഡിപ്പിച്ചവരാ. ഞാൻ കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ചർച്ചില് ദൈവവചനം ധ്യാനിച്ചപ്പോൾ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. യോസേപ്പിനെ പകച്ചു, അധികം പകച്ചു. യോസേപ്പിനോട് സമാധാനപരമായിട്ട് സംസാരിച്ചില്ല, ദ്വേഷിച്ചു, അസൂയപ്പെട്ടു, കൊല്ലാന്നും പറഞ്ഞ് കൂടിയാലോചന നടത്തി, ഇസ്മയേലിയെ കച്ചവടക്കാർക്ക് വിറ്റു, എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ യോസേപ്പ് ഇതൊന്നും അവരോട് തിരിച്ചു ചെയ്തില്ല. കാരണം തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലം സകലതും ക്ഷമിക്കും, സകലതും പൊറുക്കും. എന്നെ കേൾക്കുന്ന പെന്തിക്കോസുകാരോട് മൊത്തത്തിലായി പറയുന്നത്, ക്ഷമിക്കണം, വിട്ടുകളയേണ്ടത് വിട്ടുകളയണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, ദീർഘമായിട്ട് ക്ഷമിക്കണം. അന്യോന്യം പോര് വിളിക്കുകയും ആക്ഷേപം പറയുകയും അപമാനം പറയുകയും ചെയ്യേണ്ട കാലവും സമയവുമല്ല. നാം ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം അങ്ങ് വിടുകയാ. അപ്പോൾ ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ കൂടിയേച്ച് പറഞ്ഞു, നമ്മളെ യോസേപ്പ് ദ്വേഷിക്കും, നമ്മളെ പകയ്ക്കും, നമ്മൾ ചെയ്തതിന് തിരിച്ച് പ്രതികാരം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചപ്പോൾ യോസേപ്പ് അവരോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കുറുവാക്യമായിട്ട് എടുത്തത്. 50-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യം. ആ 3 വാക്യത്തിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദോഷം വരാം, ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് അനർത്ഥം വരാം, ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. ആ യോസേപ്പ് യേശു ക്രിസ്തുവിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ പകയ്ക്കാത്തൊരു നല്ല കർത്താവ്, നമ്മളെ പോറ്റി രക്ഷിക്കുന്ന ഒരു ദൈവം. അവിടെ വായിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഞാൻ രക്ഷിക്കും. ആമേൻ. അവിടുന്ന് രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. ആമേ. പോറ്റി നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ. ഇന്ന് രാത്രി ആ രക്ഷിതാവാകുന്ന ക്രിസ്തുവേശുവിന്റെ തൃക്കരങ്ങളിൽ ആരിന്ന് രാത്രി സമർപ്പിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, തിരി കത്തിക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, മലര് കൊടുക്കണ്ട, ഉപ്പും അരി ഒന്നും കൊടുക്കണ്ട, 10 എഴുതി കൊടുക്കണ്ട, കുരിശുംതൊട്ടി പണിത് കൊടുക്കണ്ട, ഹോള് പണിത് കൊടുക്കണ്ട, ഒരു ഭൗതിക സാധനം കൊടുക്കണ്ട, പൂവൻകോഴിയെ കൊടുക്കണ്ട, പെടക്കോഴിയെ കൊടുക്കണ്ട, കാളയെ കൊടുക്കണ്ട, കഴുതയെ കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, മുട്ടനെ കൊടുക്കണ്ട, പെണ്ണാടിനെ കുഞ്ഞാടിനെ ഒന്നിനെയും കൊടുക്കണ്ട. ഇന്ന് രാത്രി കൊടുക്കേണ്ടത് നിന്നെ അങ്ങ് കൊടുത്താൽ മതി. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നുള്ളി വരണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയിപ്പാനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട. നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള നല്ല യോസേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്.
ആ നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മുമ്പേ പാടിയ പാട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടുന്ന സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഏറ്റുപറ, അവൻ ഏറ്റുപറ, എൻ്റെ യേശുവേ എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. അവിടുത്തോട് നിലവിളിക്ക്. ഈ രാത്രി രക്ഷകയുടെ രാത്രിയാകട്ടെ. ഭയപ്പെടേണ്ട എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ 1-2 വാക്യം കൂടെ നമുക്ക് ചിന്തിക്കാം. വളരെ പരിചിതമായ വേറൊരു വാക്യം, ശാമുവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ശാമുവേലിന്റെ 2-ാം പുസ്തകം 9:7. ഭയപ്പെടേണ്ട എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഒന്ന്, ഭയപ്പെടേണ്ട. കാരണം നിങ്ങളെ രക്ഷിക്കുവാൻ, പോറ്റി പുലർത്തുവാൻ, നിങ്ങളെ മാത്രം നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ രക്ഷിപ്പാൻ കഴിവുള്ള ഫലപ്രദമായ വൃക്ഷമാകുന്ന യോസേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ഭയപ്പെടേണ്ട, നിനക്കൊരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. 2, ഭയപ്പെടേണ്ട എന്നുള്ള വിഷയത്തിൽ ശാമുവേലിന്റെ നമുക്കറിയാം 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാ. ഒരിക്കൽ കൂടെ വായിക്കാം. വായിച്ചാട്ടെ ശിവ പാസ്റ്റേ. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളു. ശ്രദ്ധിക്കുക, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട. ഇത് വേദപുസ്തകം പഠിക്കുന്ന അഭിഷിക്തന്മാർക്ക് ഇവരൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്നവരാണെന്നറിയാം. എൻ്റെ സഹോദരനായ മനോജ് കുടിക്കാലി അവർ, ഈ ദൈവദാസന്മാരൊക്കെ എന്നേക്കാൾ നന്നായിട്ട് ദൈവവചനം അടുക്കിടക്കായിട്ട് പറയും. പിന്നെ ഇപ്പൊ എൻ്റെ ഈ മൈക്ക് ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഭാഗം നിങ്ങൾക്ക് അറിയാം, നല്ലതുപോലെ അറിയാം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട. ദാവീദ് ആരോടാ പറയേണ്ട ഭയപ്പെടേണ്ടെന്ന്? ആരോടാ ദാവീദ് പറയുന്നത് ഭയപ്പെടേണ്ടെന്ന്? ആരോടാ പറഞ്ഞേ? സഹോദരിമാരാദ്യം പറ, ആരോടാമേ? സഹോദരിമാരാരേലും ഒരാൾ ഉറക്കെ അങ്ങ് പറഞ്ഞോ? നിങ്ങൾക്ക് ആണല്ലോ മുൻഗണന. എന്താ വച്ചേ? പാസ്റ്റർമാരുടെ ഭാര്യമാര് പറ, ആരെങ്കിലും വന്നിട്ടുണ്ടേ? എന്നാ സഹോദരന്മാര് പറ, ഉപദേശമാരും കയറി പറയരുത്. PIP-ക്കാര് പറ, PIP-ക്കാര് പറ. എന്തിയാ PIP? എന്തിയാ ഈ നീലയെല്ലാം PIP ആണോ? അപ്പൊ PIP പറ. ദാവീദ് ആരോടായി പറയാന്ന്? PIP-യുടെ പ്രസിഡന്റ് ആദ്യം പറ, കഴിഞ്ഞ് സെക്രട്ടറി പറ. ഉറക്കെ ശരിയാ, ഉറക്കെ പറ. മോനെവിടെ പോവാ? ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് മടക്കത്തരും. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ദൈവത്തിന് മഹത്വം. ദാവീദ് മെഫീബോശത്തിനോട് പറയുക എന്ന് പറഞ്ഞാൽ യോനാഥാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ കീശിന്റെ കൊച്ചുമകന്റെ മകൻ. കീശിന്റെ മകനാകുന്ന, ശൗലിന്റെ മകനാകുന്ന, യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം. അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ അപ്പനാകുന്ന ശൗല, ക്ലിയർ ആയിട്ട് പറഞ്ഞ നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് മടക്കി തരിക. എന്നിട്ട് നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ. ശാന്തമായിട്ട് ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. ദാവീദ് മെഫീബോശത്തിനോടാ പറയുന്നത് ഭയപ്പെടേണ്ട. അതെന്താ ദാവീദ് മെഫീബോശത്തിനോട് ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം?
9-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വായിക്കാം. ഇന്ന് ചടിയടാൻ നമുക്ക് വാക്യം വായിച്ചു പോകാം. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന നിമിത്തം ദയ കാണിക്കേണ്ടതിന് ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഈ ദാവീദ് ഒരു അന്വേഷണം നടത്തുക. ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? ദാവീദ് ഇങ്ങനെ പരസ്യമായിട്ട് ചോദ്യം ഉന്നയിക്കാൻ കാരണം നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം, നാട്ടറിവ്, നാട്ടുകൂട്ടം. അപ്പൊ നാട്ടുകൂട്ടക്കാരെല്ലാം പറഞ്ഞ് ഈ കരക്കമ്പി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കരക്കമ്പി ഒന്നുമില്ലാലും ചുമ്മാ കരക്കമ്പി അടിക്കും. അപ്പൊ കരക്കമ്പി നാട് മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് ശൗലും അവന്റെ കുടുംബം മുഴുവൻ മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലി അസ്തമിച്ച് ആ കുടുംബത്തിൽ ഒരെണ്ണമില്ലെന്ന ഇങ്ങനെ കരക്കമ്പി അടിച്ച് പരത്തിയേക്കുന്നു. വിശേഷിച്ച് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കരക്കമ്പി അടിക്കാൻ കഴിവുള്ള ധാരാളം ആൾക്കാർ. കഴിഞ്ഞ വർഷം ഒരാൾ എന്നോട് പറയാ, KP ആനെ പോലീസ് പിടിച്ചകത്തിട്ട്. ഞാൻ പറഞ്ഞു, നീ വിവരക്കേടൊന്നും പറയരുത്, ഏതായാലും ഊളൻ കയറി പറയാന്ന് കേട്ടോണ്ട് ചുമ്മാ അങ്ങ് വെടലത്തരം പറയാ. KP ആനെ പോലീസ് പിടിച്ച് നീ കണ്ടോ? ഇല്ല. പോലീസ് നിന്നോട് പറഞ്ഞാ ചാന്ന് അങ്ങോട്ട് പോയത്. വല്ല വട്ടന് വെല്ലാം പറയാന്ന് കേട്ട് നീ ചുമ്മാ ആൾക്കാരെ പറ്റി ആവശ്യമില്ലാത്ത ഒന്നും. ഇന്നാണ് ഒരാൾ പറഞ്ഞു IPC സഭകളെല്ലാം തകർന്നെന്ന്. യവനെ എന്നാ ചെയ്യാനാ? എടാ, സഭ തകരത്തില്ല, സഭ കർത്താവിൻ്റെതാ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ, സഭ തകരത്തില്ല, സഭ കർത്താവിൻ്റെതാ. സഭയെ തകർക്കാനും സഭയെ മുടിക്കാൻ പലരും കച്ചകെട്ടി വന്ന്, ഞാൻ എൻ്റെ ഭാഷ കച്ച് കഴിഞ്ഞതല്ലാതെ സഭയ്ക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. കാരണം കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഇവിടെ ആര് ഭരിച്ചാലും, ഏത് ഭരണം വന്നാലും, ഏത് മന്ത്രി വന്നാലും, ഏത് തന്ത്രി വന്നാലും, ഏത് മിടുക്കന്മാർ വന്നാലും വരട്ടെ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കത്തില്ല. കാരണം കൂടെ പറയാ, ഒന്ന്, ഇത് ദൈവാത്മാവാ പണിതുകൊണ്ടിരിക്കുന്നത്. മാത്രമാണോ, അവൻ പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ ഈ കരക്കമ്പി നന്നായിട്ട് അടിച്ചു വിടും ആൾക്കാര്. കരക്കമ്പി. അപ്പൊ കരക്കമ്പി അടിച്ചു വിട്ടേക്കുന്നത് ശൗലും അവന്റെ കുടുംബവും പിള്ളേരും എല്ലാം മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലി. ആരും ഒരെണ്ണം പോലും ഉപ്പ് നോക്കാൻ പോലും ഒരെണ്ണം ഇല്ലെന്ന് ആ കരക്കമ്പി. അപ്പൊ ഈ കരക്കമ്പി അറിഞ്ഞ ദാവി ചോദിച്ച്, ആരേലും ഇനി ഉണ്ടോന്ന്? ആരെങ്കിലും ഉണ്ട്. അതിന് കാരണമുണ്ട്. അവിടെ വായിക്കുന്നത് ഞാൻ യോനാഥാന്റെ നിമിത്തമെന്നാ. വായിച്ച 9:1. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടത്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ യോനാഥാന്റെ നിമിത്തം ഒരു ദയ ഈ കുടുംബത്തോടുണ്ട് ദാവീദിന്. അതിന്റെ കാരണം പറയും, യോനാഥാനും ദാവീദും ഉറ്റ മിത്രങ്ങളാ. അതിനൊരു വാക്യം വായിച്ചേ. ശാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. നമുക്ക് അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് ചടികടാന്നൊന്ന് വായിച്ചേക്കാം. ശാമുവേലിന്റെ 1-ാം പുസ്തകം 18:1. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. അടുത്തത്, യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അപ്പോൾ യോനാഥാന്റെ മനസ്സും ദാവീദിന്റെ മനസ്സും അങ്ങനെയാണെങ്കിൽ പറ്റിച്ചേർന്നു. രണ്ടുപേരും അങ്ങ് യോജിച്ചു. യോനാഥാനും ദാവീദും ഉറ്റ ചങ്ങാതിമാരായി. ഇവര് പറ്റിച്ചേർന്ന് അഗാധമായ സ്നേഹബന്ധത്തിൽ ഉറച്ചു. എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. ഈ യോനാഥാന്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ദാവീദിന്റെ മനസ്സും ഹൃദയവുമായിട്ട് പറ്റിച്ചേരാൻ കാര്യം ഒറ്റ വാക്കി പറഞ്ഞാൽ ഒറ്റ ശുശ്രൂഷയാ കാര്യം. 18-ാം അധ്യായത്തിലായി ഈ സംഭവം നടക്കുന്നത്. യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നത്. അപ്പോൾ അത് പറ്റിച്ചേരാൻ കാര്യം 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാ വിഷയം. 40 ദിവസമായിട്ടൊരു മല്ലൻ നിന്ന് വെല്ലുവിളിക്കുക ഇസ്രായേലിനെ നോക്കി. ഒറ്റ ഒരുത്തൻ രംഗത്തോട്ട് ചെല്ലുന്നില്ല. എല്ലാവരും ദൂരെ നിന്ന് വിക്ടറി, കാൽവറി, രക്തം, ജീസസ്, ചുമ്മാ എന്നിങ്ങനെ പെരുവരിലെ പൊങ്ങുന്ന അല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. എല്ലാവരും മിടുക്കന്മാരുമാ. ഷമ്മ, ഏലിയാബ്, ഷിമയി, അബ്നേര്, ശൗല് എല്ലാം മിടുമിടുക്കന്മാരാ. BTH, BD, MDV, MDH, റിസർച്ച്. അത് തെറ്റാന്നല്ല, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ഒരുത്തം പോലും ഗോലിയാത്തുമായിട്ട് വന്ന് നേർക്ക് നേരെ പൊരുതാൻ താല്പര്യപ്പെട്ടില്ല. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. 17-ാം അധ്യായത്തിൽ
ഈ മല്ലനാകുന്ന ഈ ഫെലിസ്ത്യ മല്ലൻ വെല്ലുവിളിച്ചിട്ട് ഇസ്രായേലിൽ ഒറ്റയൊരുത്തം പോലും രംഗത്ത് വരുന്നില്ല. അന്നേരം നിങ്ങൾക്ക് ആ ഭാഗമെല്ലാം നമുക്കറിയാം. അപ്പനാകുന്ന ഇശായി പറഞ്ഞു, മോനെ, ജ്യേഷ്ഠന്മാരെല്ലാം മിലിറ്ററിയിലാ, വിവരമൊന്നും അറിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുന്നല്ലാതെ ജാജുമായിട്ട് കയറി ആരും എതിർക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു പറ മല്ലരും 10 പാൽക്കട്ടി അപ്പക്കഷണം എടുത്ത് പാളയത്ത് ചെന്ന് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അറിഞ്ഞ് ഒരു പദം കൊടുത്തിട്ടുണ്ട്, ലക്ഷ്യവും വാങ്ങി തിരിച്ചു വരണം. അങ്ങനെയാണ്, ലക്ഷ്യം വാങ്ങി. അപ്പത്തെ വാങ്ങിയാൽ നമുക്ക് ആ ഭാഗം അറിയാം. ദാവീദ് പടക്കളത്തിലോട്ട് ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇസ്രായേലിനെ ദൈവത്തെ നിന്ദിക്കുന്ന മല്ലൻ നിന്ന് വെല്ലുവിളിക്കുക. ദാവീദിന് ആത്മശക്തിയോ അഭിഷേകമുള്ളത് കൊണ്ട് ഈ വെല്ലുവിളി സ്വയം അങ്ങ് ഏറ്റെടുത്തു. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. എന്തിനേറെ ഒറ്റ വാക്ക് പറഞ്ഞാൽ അവനെ തകർക്കാൻ ഈ പയ്യൻ മുന്നോട്ട് ചെന്നപ്പോൾ ചേട്ടായിമാരും സമ്മതിക്കുന്നില്ല. അത് അന്നും അങ്ങനെ, ഇന്നും അങ്ങനെയുള്ള എല്ലാവരും അല്ലെങ്കിലും ചില ചേട്ടായിമാര്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹം ഇല്ലെങ്കിലും നിങ്ങളുടെ സെൻട്രൽ പാസ് ഉണ്ടല്ലോ, ജോൺസൺ ദാനിയൽ അവർകൾ, അദ്ദേഹം ശുശ്രൂഷകളുള്ളവരെയും ദൈവകൃപയുള്ളവരെയൊക്കെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരാൻ വളരെ താല്പര്യമുള്ളയാളാണ്. അദ്ദേഹം ഇല്ലെങ്കിലും പുകഴ്ചയായിട്ടൊന്നും പറയില്ല. ഞാനിത് പുകഴ്ചയല്ലെന്ന് നിങ്ങൾക്കും അറിയാം. ഒരാൾക്ക് ഒരു ദൈവകൃപയും അല്ലെങ്കിൽ ഒരു വിശേഷത ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് അവസരം എങ്ങനെയും ഒരുക്കി കൊടുക്കും. അത് നല്ല മാതൃകയാണ്, ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദാവീദ് ഈ പടക്കളത്തിലിട്ട് ചെന്നിട്ട് ഒരു കുഞ്ഞുങ്ങൾ കയറ്റിവിടുന്നില്ല. അപ്പൊ ഈ ഷമ്മയും ശിമയും ഏലിയാബും ഒക്കെ ഉണ്ട്. അവര് പല കാര്യം ചോദിച്ചു. ഒരുത്തൻ ചോദിച്ചു, ബ്രദർ ഏത് ബൈ സ്കൂളിലാ പഠിച്ചേ? പറഞ്ഞു, ബൈ സ്കൂളിലൊന്നും പോയില്ല. ഏത് സെന്ററിലാ? പുള്ളി പറഞ്ഞു, ഇന്ന് വരെ ഞാനൊരു സെന്ററിലും ഇരുന്നിട്ടില്ല. എന്നെ അല്ലെങ്കിലും സെന്ററിലൊന്നും വരുത്തുകയല്ല, എല്ലാം മൂലയ്ക്കോ താഴെയൊക്കെ. ഇന്ന് വരെ ആരും എന്നെ ഒരു സെന്ററിലും, ഞാൻ ഏത് യോഗത്തിന് നേരത്തെ എന്നാലും എന്നെ സെന്ററിൽ ഇരുത്തുകയല്ല. എന്നാൽ താഴെ ഒരു കസാര തരും, അല്ല സൈഡിൽ എവിടെയെങ്കിലും ഒരു കസാര തരും. ഞാൻ ഒരു സെന്ററിലും. അപ്പൊ ചോദിച്ചു, ഓർഡിനേഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, ഇന്ന് വരെ ആരും എൻ്റെ തലയെ കൈവച്ചില്ല. പക്ഷെ ഞാൻ 2 എണ്ണത്തിൻ്റെ തലയൊക്കെ വെച്ചു, ഒരു സിംഹത്തിൻ്റെയും കരടിയുടെ. എൻ്റെ തലയിൽ ആരും ഇന്ന് വരെ കൈവച്ച് ഹല്ലേലൂ അങ്ങനൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരു സിംഹത്തെ ഒരു കരടിയെയും അടിക്ക് തകർത്തെന്ന് പറഞ്ഞു. അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു മേടിച്ചു. ഞാൻ വിവരിക്കുന്നില്ല ഭാഗം. അപ്പോൾ അതുകൊണ്ട് അവനെ ഇന്ന് പകൽ താഴെ ഇടുമെന്ന് പറഞ്ഞു. ഒരു കല്ലും ഒരു കവണയും കൊണ്ട് ഫെലിസ്ത്യ മല്ലനെ എറിഞ്ഞു. ആ ഭാഗമൊക്കെ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട്. എറിഞ്ഞ് അവൻ കവണ് വീണപ്പോൾ ഫോട്ടോ എടുത്തേച്ച് വാട്സപ്പിലല്ല ഇട്ടത്. നമ്മൾ അന്ന് ആ കല്ലിന്റെ വലിപ്പം വരെ സ്തോത്രം. ഇപ്പോൾ ദാവീദ് ലൈവിലുണ്ട്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒറ്റയേറിനവനെ താഴെ ഇട്ടവൻ കവിണ് വീണപ്പോൾ, നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. എന്റെ ശൈലി പറയുക, കവിണ് വീണെന്ന് കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് എന്ന് എന്റെ ശൈലി പറയാം. അവന്റെ നെഞ്ചത്ത് കയറി ആ ഗോലിയാത്തിന്റെ ഉറയിൽ കിടക്കുന്ന വാള് ഊരി ഇങ്ങോട്ടെടുത്ത് അവന്റെ തല വെട്ടി ആ തലയായിട്ടാ തിരിച്ചിങ്ങോട്ട്. ഇതെല്ലാം ഈ യോനാഥാൻ കണ്ടുകൊണ്ട് നിൽക്കുക. സ്തോത്രം. ഓടി അങ്ങോട്ട് ചെന്നവന്റെ നെഞ്ചത്ത് കയറി അവന്റെ ഉറയുന്ന അവന്റെ വാളിങ്ങോട്ട് ഊരി ഗോലിയാത്തിന്റെ തലയറത്ത് ആ തലയുമായിട്ട് തിരിച്ചിങ്ങോട്ടുള്ള വരവാ. ഇതാണ് കാൽവറിയിൽ നടന്നത്. ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഉൽപ്പത്തി 4-ാം അധ്യായം മുതൽ അവൻ പണി തുടങ്ങിയതാണ്. കയ്യിനെ കൊണ്ട് ഹാബേലിനെ കൊന്നു. 5-ാം അധ്യായം സൂചിപ്പിച്ചല്ലോ മരണത്തിന്റെ നീണ്ട പട്ടിക. അന്ന് മുതൽ ഇവൻ പരിപാടി തുടങ്ങിയതാ. മരണഭീതി ജനഹൃദയങ്ങളിൽ ഇട്ടു. എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പ്രയാസമോ വരുമ്പോൾ ചിലക്ക് മരണഭീതിയാ. അത് കുറ്റമായിട്ട് ഞാൻ പറയല്ല, ഇത് അന്ന് തുടങ്ങിയതാ മരണഭീതി. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് നിന്ന് വെല്ലുവിളിക്കുക, നിന്നെ കൊല്ലും, വകവരുത്തും, തകർക്കും.
എന്നാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുത്തെ തിരുമരണത്താൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ അവന്റെ ആയുധമെടുത്ത്, എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ആയുധം യേശു എടുത്തു. ആയുധം കൊണ്ട് അവനെ വകവരുത്തി. അവൻ മരണത്തെ ജയിച്ച് അവിടെ നിന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കല്ലറ തുറന്നവൻ വൈരികെ തകർത്തു. കല്ലറ തുറന്നവൻ വൈരികെ തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീൻ, നിരന്തരം വന്ദനം ചെയ്തിടുവീൻ, ശ്രീയേശുവേ വന്ദനം. മരണഭീതികളിൽ അടിമപ്പെട്ട് നടക്കുന്നതല്ലാതെ ഒരു വിടുതലും, ചുമ്മാ വിക്ടറി കാൽവറി രക്തം എന്നല്ലാതെ ഇങ്ങനെ കിടന്ന് വെട്ടിക്കഴിയുമ്പോൾ ഉച്ചയാകുമ്പം ഗോലിയാത്ത് വന്ന് പറയാം, അന്ന് ആരാന്ന് വെച്ചാൽ വിക്ടറി എന്ന് പറഞ്ഞ കുഞ്ഞു ഞാൻ അങ്ങ് മല കയറുന്ന കാൽവറി. ഇതെല്ലാം യോനാഥാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇവന്റെ എല്ലാം ഈ കിളിമാസ്. 2 വർഷം കോവിഡ് ആയിരുന്നപ്പം രോഗശാന്തി വരെ പ്രാപ്തന്മാരെ ആര് ഇപ്പൊ എല്ലാം പയ്യ പാമ്പ് മാളത്തിന് വെളിയിടുന്ന പോലെ ബ്രദർ സിസ്റ്റർ എല്ലാ വെതറാ. അതിന് നൈസിൽ പൗഡർ കിട്ടും പണ്ട്. വെതർ നൈസിലെന്നല്ല ഒരു പൗഡർ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വിപ്രോയോ? അതാണോ നൈസിലിനേക്കാളും നല്ലത്? ആട്ടെ, നല്ലതാട്ടെ. എന്തായാലും വെതറാ. 90 എന്ന വല്യപ്പനും കെട്ടി ബ്രദർ എവിടാ താമസിക്കുന്നേ? ചുമ്മാ. 2 വർഷം കോവിഡ് രൂക്ഷമായപ്പോ ഒരു രോഗശാന്തി വരെ പ്രാപ്തന്മാര്. അന്നും ഇന്നും യേശു ജീവിക്കുന്നു. അവിടുന്ന് നിത്യനാ, അവിടുന്ന് സർവശക്തനാ. ഇപ്പൊ പയ്യെ എല്ലാരും പയ്യെ രംഗത്തോട്ട് വരുന്നുണ്ട്. എന്റെ വിഷയം ഇപ്പൊ അതല്ലാത്തോണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ യോനാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. യുവമാരുടെ ഈ കിളിമാസ് കളിയല്ല കണ്ടോണ്ടിരിക്കുക. പക്ഷേ പയ്യനാ ദാവീദാന്നില്ല വന്ന് ഒറ്റ ഏറിന് താഴെ ഇട്ട് 4-5 കല്ല കൊണ്ടുപോയെങ്കിലും ഒന്നേ എടുത്തുള്ളൂ. അത് മതിയല്ലോ. നമ്മളന്ന് സന്ധ്യ വരെ എറി ഊപ്പാട് വന്നാൽ പോലും അവനിട്ട് കൊള്ളുകയല്ല. അവസാനം നമ്മളറിഞ്ഞ കല്ലെടുത്ത് ഒറ്റ കയറി നമ്മൾ അന്നോടെ താഴെ വീണ്. പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് യോഗത്തിന് വരികയല്ല. ചെല്ലു പറഞ്ഞില്ല, അവിടുത്തെ ആ ശുശ്രൂഷ കഴിഞ്ഞതാണ്. പിന്നെ എന്നാ ചായനെ കുറച്ച് നാളായിട്ട് യോഗത്തിന് ഞാൻ എന്നാ അവിടുത്തെ ശുശ്രൂഷ. നീ സ്വോത്രം പറയാതെ അമ്മ ഇരുന്ന് വ്യായി 6-ാം മാലി നോക്കി നിന്നെ എറിഞ്ഞതിന്റെ വാരി വിട്ടത്. നീ കൈയടിക്കാതെയും പാടാതെയും പ്രാർത്ഥിക്കാതെയും സ്വോത്രം പറയാതെയും ദൈവത്തെ വിളിക്കാതെ ഇരുന്നാൽ വ്യായി നിന്നെ എറിയല്ല, നിന്നെ ചപ്പും. ഇനി ഇത് കൂടുതൽ എന്നാ ഞാൻ പറയാനൊക്കെ ഒരു മര്യാദ വേണ്ടായോ? എന്നാൽ ഈ ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ ആരാധിക്ക്. അപ്പൊ ഈ യോനാൻ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുക. നിങ്ങൾ ചില ഇവിടെ ദൈവദാസന്മാരൊക്കെ എന്നോട് സഹകരിക്കുന്നു, ശുശ്രൂഷയോട് സഹകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില സദസ്സിലൊക്കെ ചെന്ന് ചിലര് ആര് പ്രസംഗിച്ചാലും അവര് ഒരു പ്രതികരണമില്ല. അവര് പ്രസംഗിക്കുമ്പോ എല്ലാരും ഇളകണം. നിങ്ങൾ എന്നാ സ്തുതിക്കാത്ത വയ്യടോ, ഇപ്പം താനെന്നാ സ്തുതിക്കാഞ്ഞേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ഒരു ചെറിയ പയ്യനാന്നേലും ശുശ്രൂഷയ്ക്ക് അവസരം കൊടുത്ത് അനേകം വചനം പറയുമ്പം ഒന്നുമില്ല ഒരു സ്വോത്രം പറയണം. ഒക്കെന്നെങ്കിൽ വാക്യം പറഞ്ഞാൽ ഒന്ന് വായിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അതിനോടൊന്ന് യോജിക്കണം. ഞാൻ വൈസ്രോയാന്നും പറഞ്ഞിരിക്കരുത്. വൈസ്രോയി അല്ല അവസാനം ഇങ്ങനെ കിടക്കുന്ന നമ്മൾ കാഴ്ച എത്ര എണ്ണം കണ്ടു. എനിക്കിത് പറഞ്ഞ ഭയമാ. സ്തോത്രം. ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിക്കോണം. ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും സകല കുഞ്ഞുങ്ങളും സകല പൂജന ഗേജന സകല എണ്ണവും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരാധനയ്ക്ക് സ്തോത്രത്തിന് സ്തുതിക്കും യോഗ്യൻ ഒരുവൻ മാത്രം നാസറയനാകുന്നു, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോലിയാത്ത് തലയും എടുത്ത് ദാവീദ് വന്നത് യോനാഥാൻ കണ്ടു. അപ്പൊ യോനാഥാന് മനസ്സിലായി, എടാ ഇവൻ ഉദ്ദേശിക്കുന്നത് പോലെ മിടുക്കനാണല്ലോ. അപ്പോൾ ശൗലുമായിട്ട്, അപ്പൊ ശൗൽ ഇടയ്ക്ക് ചോദിച്ചു, പിന്നെ അബ്നേരെ ഇല്ല പയ്യൻ ഏതാന്ന് ചോദിച്ചു. അബ്നേര് പറഞ്ഞത് ഇശായിയുടെ ഏറ്റവും ഇളയതാ.
നമ്മുടെ ബൈസ്കൂളിലാണെന്നോ പുള്ളി? വാച്ചാ പുള്ളി ബൈസ്കൂളിലൊന്നും പോയതല്ല. നമ്മുടെ ബൈസ്കൂളിൽ പോയവരില്ല, അതല്ലാണ്ട് അവിടെ നിൽക്കുന്ന. ഇപ്പൊ അവര് കുറച്ച് പേര് പറഞ്ഞ ദൈവം ഇല്ലെന്നാ. പഠിച്ച് ഓ, ദൈവം ഉണ്ടെങ്കിൽ തെളിവ്. ചെറുക്കൻ ബൈസ്കൂളിലൊന്നും പോയില്ല, ആളും മിടുക്കനാണ് പറഞ്ഞു. അപ്പൊ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സെന്ത് പറ്റി, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, യോനാഥാനും ദാവീദും നല്ല ചങ്ങാത്തത്തിലായി. പക്ഷെ ശൗലിന് വൈരാഗ്യം ഉണ്ടായി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വിവരിക്കണ്ട. ചുരുക്കി ഞാൻ താഴോട്ട് പഠിക്കുമ്പോൾ ശൗൽ നിരന്തരം ദാവീദിനെ വേട്ടയാടുക. അവിടെ നല്ല ദാവീദ് ഒഴിഞ്ഞൊഴിഞ്ഞങ്ങ് മാറി. ഇത് നമുക്ക് നല്ല മാതൃകയാ. നിന്നെ ആരെയും വേട്ടയാടുമ്പോൾ, ആക്ഷേപം ചെയ്യുമ്പോൾ, ഇത് അമ്മയോട് വന്ന് മോള് പറഞ്ഞ, അമ്മ എനിക്ക് ഒരു സ്വസ്ഥത അവിടെ ഉണ്ണ, അമ്മ നീ ഇനി അങ്ങോട്ട് പോകണ്ട. തള്ളേ, നിനക്കൊന്നാമത് ശ്വാസം മുട്ടലുണ്ട്, നിനക്ക് ഷുഗർ ഇപ്പം 230 കഴിഞ്ഞ ദിവസം നീ കുന്തം കുത്തിയപ്പം. നീ പെങ്കൊച്ചനെ നിന്റെ കൂടെ നിർത്തിയാൽ നിന്റെ കാറ്റ് ഈ കൊച്ച അനാഥമാകും. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലേ? നീ അവളോട് പറയാ നീ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് പോകാനോ? അവളെ ബോംബെക്ക് വിടാനോ? നീ നല്ല തള്ളയാണെങ്കിൽ അവളെ വിളിച്ചോണ്ട് അവളെ കെട്ടിച്ച വീട്ടിൽ ചെന്ന്, മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോന്ന്? സ്തോത്രം. അല്ല, കേസിന്റെ പുറകെ പോവുകയല്ല അതിന്റെ മാർഗം. ഞാനിത് പെന്തിക്കോസുകാരോടാ കൂടുതലും പറയുന്നത്. അമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ അങ്ങനെ ജീവിതം അങ്ങനെ സഹിച്ചേ ഒക്കുള്ളൂ. നിനക്ക് 2 പിള്ളേരുണ്ട്, നീ കുഞ്ഞുങ്ങളെ ഓർക്കണം. നിങ്ങൾ രണ്ടും 2 തട്ടിലായി, കുഞ്ഞുങ്ങൾ അനാഥമാകും. ഞാനിനി അധിക നാള് കാണുകയല്ല, അറിയത്തില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പിള്ളേരോട്? എത്ര കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നേ. യോഗത്തിന് ഒരു കുറവും, മുഴുവൻ അങ്ങ് വിക്ടറിയാ. അന്ന് വരുന്നവരുടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? സ്തോത്രം. അവിടെ ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞെന്നുള്ള പാകം അങ്ങ് വിടുക, അല്ല പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോവും. നിങ്ങളും പിന്നെ പറയോ വായിച്ച വാക്യത്തിന് പുള്ളി ഒന്നും, വായിച്ച വാക്യത്തിന് പറഞ്ഞില്ലല്ലോ, ആരെങ്കിലും ഗുണപ്പെടുകയാണെ അതാ നല്ലത്. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദിനെ ശൗല് കണ്ടമാനം ഉപദ്രവിച്ചു. ദാവീദ് അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. പക്ഷെ അപ്പനാകുന്ന ഈ ശൗല് നിരപരാധിയാകുന്ന ദാവീദിനെ കണ്ടമാനം ഉപദ്രവിക്കുമ്പോഴെല്ലാം യോനാഥാൻ ഒരു കാര്യം അറിയാം, ദാവീദ് നിരപരാധിയാ, എന്റെ അപ്പൻ ഉപദ്രവിയ. പക്ഷേ സാഹചര്യം കൊണ്ടൊന്നും ഒക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ യോനാഥാൻ ഗോതമ്പ് വയലിൽ വെച്ച് ദാവീദുമായിട്ടത് ഉടമ്പടി ചെയ്തു. ഉടമ്പടിയുടെ സാരം ഇത്രയേ ഉള്ളൂ, ദാവീദേ, എന്റെ അപ്പൻ ശരിയല്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കെല്ലാം ഒന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവദാസന്മാർക്കും അങ്ങനെ ചില സഭയിലെല്ലാം ഒന്ന് ഓപ്പണായിട്ട് പറയാൻ പ്രസംഗിക്കാൻ പറ്റും. എനിക്ക് പിന്നെ വിഷയമല്ല. എനിക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് എനിക്ക് അറിവുള്ളതും പഠിച്ചതും പ്രാപിച്ചതും ഒക്കെ പറഞ്ഞിരിക്കും. പക്ഷെ നിങ്ങൾ ആരും അതുകൊണ്ടുകൊണ്ട് അങ്ങനെ പറയരുത്. ഞാൻ അപേക്ഷിക്കുക. കാരണം അവസാനം നിങ്ങൾ വഴിയാധാരമാകും. വെറുതെ സ്തോത്രം ഒക്കെ ഈ പരുവത്തിന് ദൈവം എന്നെ ഇങ്ങനെ വിട്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭം വരുമ്പോൾ എന്നെ ഒരു യോഗത്തിന് വിളിക്കുമ്പം ഞാൻ നിന്റെ പരുവത്തിന് കൈകാര്യം. അപ്പം നിങ്ങൾക്കും ഗുണമാകും. അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ കയറി അടിക്കുമൊന്നും വേണ്ട. ഓക്കെ, ഈ പരുവത്തിന് പോയി ഞാൻ പറഞ്ഞാലേ അത് ഏക്കുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം യോനാഥാൻ അറിയാം, എൻ്റെ അപ്പൻ ശരിയല്ല. അതുകൊണ്ട് യോനാഥാൻ പറഞ്ഞു, എനിക്കെല്ലാം ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് ചെന്നേ, എന്തൊരു ആർഭാടമാ. വസ്ത്രധാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? നടത്തുന്ന പാസ്റ്റർമാർക്ക് പോലും ഇത് മിണ്ടാൻ മേലാത്ത സാഹചര്യമായി. ആരോട് പറയാനാ? ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. പണ്ടൊക്കെ ഞാൻ പഴയ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. വിശേഷിച്ച് നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവരുടെ വീട്ടിൽ അമേരിക്ക ഞാൻ ചെന്നപ്പോൾ, ഞാൻ അമേരിക്ക പോയ ചരിത്രമൊന്നും പറയല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഫോട്ടോയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നയാളാണ്.
അപ്പൊ പഴയ ഫോട്ടോ ഇല്ല, ഫോട്ടോ ഉണ്ടല്ലോ, കണ്ടായിരുന്നോ ഫോട്ടോ? ആൽബം കണ്ടോ? ഞാനും കണ്ടു. പഴയ കല്യാണ ഫോട്ടോ എന്ത് യോഗ്യമാണെന്നറിയാമോ? അതിൽ ഞാൻ കണ്ട കാര്യമാണ്. അത് മാത്രമല്ല, പഴയ ഫോട്ടോ ഈ സഹോദരിമാരെല്ലാം കല്യാണന് വധു മൂടുപടം ഇട്ടായിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കണ്ട കാര്യമാണ്. ഇങ്ങനെ മൂടുപടം. ഇപ്പൊ കുറെ പെണ്ണുങ്ങള് കുറെ എണ്ണത്തിന് ഒരുക്കിക്കൊണ്ട് വരും. അതിന് ഒരുക്കാൻ വരുന്ന സഹോദരിയുടെ പേരെന്നാ എന്തോ? ഞാനത് പറഞ്ഞ തെറ്റും മൈക്കിൽ കൂടെ പറഞ്ഞ അത് എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ലാത്ത കൊണ്ട് ബ്യൂട്ടീഷ്യൻ. ബ്യൂട്ടീഷ്യൻ. എവളുമാരെ ഇപ്പം പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. പെന്തിക്കോസുകാർ പെൺപിള്ളേരെ വിവാഹ സ്റ്റേജിലോട്ട് സദസ്സിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ. ഇത് ഇത്രേ ഉള്ളൂ, ഇങ്ങോട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്നാടാ അവൻ പറഞ്ഞു? മോൻ എന്നാ പറഞ്ഞ അവനോട്? ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. നടത്തിപ്പുകാർക്കോ ലോക്കൽ പാസ്റ്റർക്കോ സെൻട്രൽ പാസ്റ്റർക്കോ മിണ്ടാൻ മേലിപ്പം. പണ്ട് മൺമറഞ്ഞ PM ഫിലിപ്പ് അവർകൾ പറഞ്ഞെന്ന ഞാൻ കേട്ടറിവ്. തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പം PM ഫിലിപ്പ് സാറ് പറഞ്ഞു, കുഞ്ഞുഞ്ഞെ 5-6 സ്ലൈഡ് ഊര് ഞാൻ കയ്യിൽ 2 പേരിലെങ്കിലും വെക്കാന്ന്. 2 പേരിലെങ്കിലും വെച്ച് പ്രാർത്ഥിക്കണ്ടേ? മൊത്തം വെക്കാൻ വിടവില്ല. നിങ്ങളെ കുമ്പനാട്ട് പോവുകയാണെങ്കിൽ ബംഗ്ലാവിലെ അല്ലെ പഴയ ഫോട്ടോ ഉള്ളെടുത്ത് ആ സാറപ്പച്ചന്റെ അമ്മച്ചിയുടെ ഡ്രസ്സ് നിങ്ങളൊന്ന് കണ്ടേക്കണം. മനസ്സിലാകാരിയാണോ? അന്നത്തെ മാതാക്കളല്ല എന്ന് പറഞ്ഞ ചട്ടയം കൊണ്ട് കൊടുക്കണമെന്നല്ല എന്റെ വാദം. യോഗ്യമായിരിക്കണം. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലാന്ന് തോന്നുന്ന ഒരു കല്യാണം ഡാൻസാ. ആര് നിയന്ത്രിക്കാനാ? എല്ലാ സോട്ടും കൂട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പൂണന്റെ തീറ്റിയും തിന്ന്. പക്ഷെ അവിടെയും ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. ഏത് രാജ്യത്തുമുണ്ട്, ഏത് സ്ഥലത്തുമുണ്ട് ഒരു ചെറിയ ചേച്ചിപ്പുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ആർക്കും ആരെയും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് വന്നിരിക്കുക. പക്ഷെ ദൈവദാസന്മാരോട് പറയുക, ജീവൻ പോകേണ്ടി വന്നാലും നീ കർക്കശമായി നിന്നോണം. ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എന്റെ അപ്പൻ ശരിയല്ല, ക്ലിയർ അല്ല, പക്ഷെ എനിക്കെല്ലാം പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, നീ നിരപരാധിയ, നീ പരമാർത്ഥിയ, നീ ക്ലിയറാ, അത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ രാജാവാക്കും. എന്റെ അപ്പൻ മാറ്റപ്പെടും, ദൈവം നിന്നെ രാജാവാക്കും. അന്ന് നീ എന്നെ മറക്കരുത്. യോനാഥാൻ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. എന്തിനേറെ വിവരിക്കുന്നില്ല. ഉടമ്പടി ചെയ്ത യോനാഥാനും ജീവിച്ചിരുന്നില്ല. യോനാഥാനും കടന്നുപോയി. ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ശൗലിന്റെ മക്കളാകുന്ന 3 പേർ, യോനാഥാൻ, അബീനാദാബ്, മൽക്കീശുവ, 3 പേരെ ഫെലിസ്തീന് വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. ശൗൽ ആത്മഹത്യ ചെയ്യാൻ ആയുധം പള്ളേക്കേറ്റ് ജീവൻ പോകാതെ വന്നപ്പോൾ നോക്കി നിന്ന് അമാലിക്കിനെ വിളിച്ചടിപ്പിച്ച് അവനും വെട്ടിക്കൊന്നു. അങ്ങനെ ശൗലും തന്റെ പുത്രന്മാരും ഒരു ദിവസത്തിൽ അവൻ പട്ടുപോയി. ആ കുടുംബം നശിച്ചു. പക്ഷെ ഉടമ്പടി ചെയ്ത യോനാഥാൻ പട്ടുപോയെങ്കിലും ദാവീദ് ഉടമ്പടി മറന്നില്ല. ദൈവം ദാവീദിനെ രാജാവാക്കി ആ സ്ഥാനത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ശമൂവേലിന്റെ 2-ാം പുസ്തകം പഠിച്ചു വരുമ്പോൾ അറിയാം, ശൗലങ്ങ് മരിച്ചു. ശൗല് മരിച്ചപ്പോൾ ദാവീദ് ഒരു വിലാപകാവ്യമൊക്കെ പാടി. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഭാഗം വായിച്ചതാ. ഒന്ന് വായിച്ചേര്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം വായിച്ചോ. ആ വിലാപകാവ്യം.
അവൻ യഹൂദാ മക്കളെ അനുഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, ഇസ്രായേലെ നിന്റെ പ്രതാപമായും നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി പട്ടുപോയതെങ്ങനെ, ഗത്തിൽ അത് പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുത്, ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രജന്മരുടെ കന്യകമാർ ഉല്ലസിക്കരുത്, ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മടിയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത് ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. ഈ വിലാപകാവ്യം പാടി. അപ്പോൾ ഇങ്ങനെ വിലാപകാവ്യം കഴിഞ്ഞു, ദാവീദിനെ രാജാവാക്കി. ദാവീദ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പെട്ടകമെല്ലാം കൊണ്ടുവന്ന് അതിന്റെ സ്ഥാനത്താക്കി. 5-ാം അധ്യായത്തിൽ മെഫീബോശത്തിന്റെ ചരിത്രമുണ്ട്. 6-ാം അധ്യായത്തിൽ പെട്ടകം കൊണ്ടുവന്നങ്ങോട്ട് സ്ഥാപിച്ചു. 7-ാം അധ്യായം ഒറ്റവാക്കി പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ ആരാധന ക്രമീകരിച്ചു. അങ്ങനെ ചിന്തിക്കാം. 6:14 ഓടിച്ചോടിച്ചു വായിക്കാം. 6:14 ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ കുതിച്ച് നൃത്തം ചെയ്തു. ഒറ്റ വാക്കി പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ ആരാധനയ്ക്ക് ക്രമീകരണം വന്നു. 6-ാം അധ്യായത്തിൽ ആരാധിച്ചു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് ക്രമീകരണം വന്നു. 6-ാം അധ്യായത്തിൽ ആരാധനയ്ക്ക് ക്രമീകരണം വന്നപ്പോൾ ദൈവം ചെയ്ത കാര്യം കേൾക്കണോ? 7:1 പെട്ടെന്ന് വായിച്ച 7-ാം അധ്യായത്തിന്റെ 1. ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ ആരാധന ക്രമീകരിച്ചപ്പോൾ 7-ാം അധ്യായത്തിൽ ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം അടക്കി. എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രു, നമ്മുടെ ശത്രു പിശാചിന്റെ ആയുധങ്ങളാ, പിശാചിന്റെ തന്ത്രമാ. അപ്പോൾ 6-ാം അധ്യായത്തിൽ ആരാധന ക്രമീകരിച്ചപ്പോൾ 7-ാം അധ്യായത്തിൽ വായിക്കുക, ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം അടക്കി. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ക്രമീകരണം വരുത്തിയാൽ അവൻ അടക്കേണ്ടതിനെയൊക്കെ ദൈവം അടക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം അങ്ങ് അടക്കി. ഇനി 8-ാം അധ്യായത്തിന്റെ എല്ലാം ഓടിച്ചങ്ങ് പോവുക. 8:1 അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. 6-ാം അധ്യായത്തിൽ ആരാധന ക്രമീകരിച്ച് ആരാധിച്ച് ബലപ്പെട്ടപ്പോൾ 7-ാം അധ്യായത്തിൽ ശത്രുവിനെ ദൈവം അടക്കി. 8-ാം അധ്യായത്തിൽ പിറകെയാ മൂലസ്ഥാനം പിടിച്ചെടുത്തെന്ന്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പിശാചിന്റെ കയ്യിലായിരുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ അതിൽ ലഭിച്ചു. തലസ്ഥാന നഗരി പിടിച്ചെടുത്തു. നിന്റെ അവകാശങ്ങളെയും നിന്റെ വാക്തത്വങ്ങളെയും ശത്രു തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആരാധിച്ചും പ്രാർത്ഥിച്ചും അതിനെ തിരിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ക്രമീകരണം വരുത്തണം. എനിക്ക് സങ്കടകരമായ കാര്യങ്ങളിൽ ഒന്ന് പെന്തിക്കോസുകാരുടെ കാര്യമാണ്. ഞാൻ പെന്തിക്കോസാ, അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നേ. പുറത്തുള്ളവരെ വിധിക്കാൻ നമുക്കെന്നെ. പെന്തിക്കോസുകാർക്ക് ആരാധനയ്ക്ക് മാത്രം ഇപ്പൊ ഭയങ്കര ടൈം ക്ലിപ്തതയാ. അല്ലാത്തതിനൊന്നും ഒരു ക്ലിപ്തത. നിങ്ങളെ ആരാധനയ്ക്ക് എന്നാൽ ഇവിടെ ടൈം എഴുതി തെറ്റാന്നല്ല, 10 മുതൽ 12 വരെ, അല്ലെ 10:30 മുതൽ 12:30 വരെ ഏത് സഭാകളിലും ചെന്ന ടൈമാണ്. എന്നാൽ നിങ്ങളൊരു കല്യാണത്തിന് തന്നെ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ 1 മുതൽ 2 വരെ ഭക്ഷണം? ഇരുന്ന് പെരുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനതിന് എതിരല്ല, മറ്റെല്ലാത്തിനും സമയവ്യഥേഷ്ടം എടുക്കും. ആരാധനയ്ക്ക് മാത്രമാ ക്രമീകരണം വെച്ചേക്കുന്നത്. ടൈം എന്നെ ആരാധനയ്ക്ക് വരുത്തേ കോവിഡാ. ഒറ്റ കല്യാണം മുടക്കിയിട്ടില്ലല്ലോ, കയറി താമസത്തിന് മുടക്കിയിട്ടില്ലല്ലോ. ബന്ധുക്കാരുടെ എല്ലാം വീട്ടിൽ കോവിഡ് കാലത്ത് പോയി. സഭകളിലോട്ട് മാത്രം നീ വരുന്നില്ല. അല്ല, നീ വന്നിട്ടും വലിയ കാര്യമില്ല, മെനക്കേട് കേസാണ്. ഒരു കാര്യം പറഞ്ഞു വിടാം. 6-ാം അധ്യായത്തിൽ ആരാധന ക്രമീകരിച്ചപ്പോൾ 7-ാം അധ്യായത്തിൽ ശത്രുക്കളെ അടക്കി. 8-ൽ വായിക്കുക, മൂലസ്ഥാനം പിടിച്ചടക്കി. ഇതെല്ലാം ക്രമീകരണം വരുത്തി 9-ാം അധ്യായത്തിൽ ചോദിച്ചു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആരേലും ആ കുടുംബത്തിലുണ്ടോ? ഇനി ഓടിച്ചു പറയാം. ഉടമ്പടി ചെയ്ത യോനാഥാൻ മരിച്ചെങ്കിലും ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല. ദാവീദ് പറഞ്ഞു, ആ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആരേലും ഉണ്ടോന്ന്. അപ്പോൾ സീബ എന്ന വാക്കിന് ഒരർത്ഥം എരിവുള്ളവൻ എന്ന്. സീബ എന്നൊരുത്തൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു, തിരുമേനി ഒരാളുണ്ട് ആ കുടുംബത്തിൽ. യോ,
അതാരാ? ഞാൻ കേട്ടേക്കുന്ന മുഴുവൻ തീർന്നെന്നാ. അല്ലല്ലോ, ഒരാളുണ്ട്. ആരാ? മെഫീബോശത്ത്. അവൻ ഏതാ? അവൻ യോനാഥാന്റെ മകനാ. ശൗലിന്റെ കൊച്ചുമകൻ. യോടി, അവൻ എന്ത് ചെയ്യേ? അവനിപ്പോ ഇവിടെ ഇല്ല. എവിടെ? അവൻ ലോഥേബാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീറിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഈ ലോഥേബാർ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം വരണ്ട സ്ഥലമെന്ന. അപ്പൊ ഇവൻ ലോഥേബാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീറിന്റെ വീട്ടിലുണ്ട്. ദാവീദ് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോടേ. ഈ ലോഥേബാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീറിന്റെ വീട്ടിൽ ഈ മെഫീബോശത്ത് പോകാൻ വേറൊരു കാരണം, ഈ അപ്പനും വല്യപ്പനും എല്ലാം നശിച്ചു, എല്ലാത്തിനെയും കൊന്നൊടുക്കി, കുടുംബം മുഴുവൻ കുളം തോണ്ടി, മുഴുവൻ തകർത്തെന്ന് കേട്ടപ്പോൾ മെഫീബോശത്തിനെ എടുത്തോണ്ട് രാത്രി ഒരൊറ്റ ഓട്ടം ഓടി. ഓടിപ്പോയ കൂട്ടത്തിൽ ഈ കൊച്ച് താഴെ വീണു. അന്ന് 5 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ 5 വയസ്സിൽ മുടന്തി. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നു. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ സിയോൻ കോട്ടയ്ക്കകത്തുള്ള യെബൂസ്യ, സിയോൻ കോട്ടയെ പാർക്കുന്ന യെബൂസ്യർ എന്ന വാക്കിന്റെ ഒരർത്ഥം കര കയറാൻ മനസ്സില്ലാത്തവരെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലോട്ട് യാതൊരു താല്പര്യവും ഇല്ല. ആ കയ്യടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലരുടെ സ്തോത്രം നിങ്ങൾ അടുത്തിരുന്നാണ്. നമ്മൾ ഓർക്ക മൂർഖം പാമ്പിന്റെ കുഞ്ഞങ്ങാനും. കമ്മിറ്റി കൂടുമ്പോ അണ്ണാക്ക് വെക്കാൻ മനസ്സിലായോ? അപ്പൊ ഈ കര കയറാൻ മനസ്സില്ലാത്തവര്. അപ്പൊ ഇങ്ങനെ ഈ ലോഥേബാരിലെ അമ്മിയേലിന്റെ വീട്ടിൽ പോകാൻ കാരണമാണ് യെബൂസ്യൻ എന്ന വാക്കിന്റെ അർത്ഥം കര കയറാൻ മനസ്സില്ലാത്ത. അപ്പൊ യെബൂസ്യര് സിയോൻ കോട്ട കുടിയിരിക്കുക. ദാവീദ് പറഞ്ഞു, ഞാൻ സിയോൻ കോട്ട പിടിക്കാൻ വരിക. അപ്പൊ സിയോൻ കോട്ടയ്ക്കകത്തുള്ള യെബൂസ്യര് പറഞ്ഞു, ദാവീദ് ഇവിടെ ഒന്നും കിടക്കുകയില്ല. അവൻ അഥവാ ഇവിടെ കിടന്നാൽ ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും മതി അവനെ പിടിക്കാൻ. എല്ലാം വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ നേരമില്ലാത്ത കൊണ്ടാണ്. മുടന്തന്മാരും കുരുടന്മാരും മതി അവനെ തട്ടാൻ. അപ്പൊ പഴയ കാലമല്ലേ, പഴയ പ്രമാണമാണ്. അത് വെച്ച് ദാവീദിന് ശുണ്ഠി വന്നു. ദാവീദ് ഉടനെ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സിയോൻ കോട്ടയ്ക്കകത്തുള്ള മുടന്തനെയും കുരുടനെയും എല്ലാം ആദ്യം തട്ടിയേക്കാൻ. ഈ വാർത്ത കേട്ടപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള സകല മുടന്തന്മാരും കുരുടന്മാരും സിയോൻ കോട്ട വിട്ടു. ആ കൂട്ടത്തിലാ മെഫീബോശത്ത് ലോഥേബാരിൽ പോയത്. അപ്പനും വല്യപ്പനും ചത്തെന്ന് കേട്ടപ്പോൾ ഇവരെ നോക്കിക്കൊണ്ടിരുന്ന രാത്രി കൊച്ചിനെ എടുത്തോണ്ട് ഓടിപ്പോയപ്പോ 5 വയസ്സ് താഴെ വീണ് 2 കാലും മുടന്തി ഇവിടെ കിടക്കുക. അപ്പോൾ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ മുടന്തനെയും കുരുടനെയും ആദ്യം തട്ടാനുള്ള വാർത്ത സിയോൻ കോട്ടയെ പറയുന്നപ്പോൾ ദാവീദിനെ ഭയപ്പെട്ട് 2 കാലും മുടന്തിയ മെഫീബോശത്ത് യോനാഥാന്റെ മകനാകുന്ന യവൻ ലോഥേബാരിൽ വരണ്ട സ്ഥലത്ത് പോയി കിടക്കുക. എന്നാൽ ദൈവത്തിന്റെ നീതി യോനാഥാനോടുള്ള ഉടമ്പടി തെറ്റിക്കാതെ ദാവീദ് പറഞ്ഞു, അവനെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2 കാലും ഉണങ്ങി വരണ്ട സ്ഥലത്ത് കിടന്ന മെഫീബോശത്തിനെ ഭൃത്യന്മാര് ചെന്ന് പൊക്കിയെടുത്ത്, എന്റെ ഭാവനയാ, പൊക്കിയെടുത്ത് യവനെ ദാവീദ് രാജാവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി കാണത്തില്ല, ഇരുത്തി കാണും. കാരണം 2 കാലും മുടന്താ. യവനെ കൊണ്ടുവന്നങ്ങോട്ട് ഇരുത്തി. യവൻ അവിടെ വന്നിരുന്ന് മൊത്തം ഒന്ന് കണ്ണോടിച്ചു. ഓടാനൊന്നും വയ്യ. നോക്കിയപ്പോൾ ദാവീദ് രാജാവ് ഇരിക്കുന്നു, സിംഹാസനസ്ഥനായിട്ടിരിക്കുന്നു. ഭൃത്യന്മാര് സേവകാത്മാക്കൾ ഇങ്ങനെ എന്തിനും ഏതിനും ഒരുങ്ങി നിൽക്കുന്നു. യവന്റെ ചിന്ത, ദൈവമേ, അപ്പനെ കൊന്നു, വല്യപ്പനെ കൊന്നു, ഉപ്പാപ്പന്മാരെ എല്ലാം തട്ടി, കുടുംബം മുഴുവൻ കുളം തോണ്ടി, പേടിച്ച് എടുത്ത് ഓടിയപ്പം തള്ളയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് 2 കാലും ഉടന്തി. നടക്കാനും ഓടാനും വയ്യ. അന്നാ വല്ലജാതി ലോഥേബാര് വരണ്ടട വാന്നിയിൽ അവിടെങ്ങാനും കിടന്ന് ജീവൻ പോകട്ടെ നിർന്ന് കിടന്നിട്ട് അവിടെയും കിടത്തുകയല്ലേ? കൊല്ലാനാന്നോ, തിന്നാനാന്നോ, കണ്ടിക്കാനാന്നോ, അറക്കാനാന്നോ, വിൽക്കാനാന്നോ? എൻ്റെ ദൈവമേ, ഓടാനും പൊക്കത്തില്ലല്ലോ. എന്തിനാ എൻ്റെ ജീവിതം? ഞാൻ ഗതികേടായല്ലോ. അയ്യോ, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കും? എൻ്റെ അകത്ത് ഭീതി കയറി ആകെ വെപ്രാളപ്പെട്ടിരുന്നപ്പോൾ, അകത്ത് ഭീതി കയറിയപ്പോൾ അത് മുഖത്ത് പ്രതിഫലിച്ചു. ദാവീദ് നല്ല ബുദ്ധിയുള്ള ആളാ, ഒറ്റ നോട്ടത്തിലൊക്കെ. പിന്നെ ഭയങ്കര ബുദ്ധിയുള്ളത് കൊണ്ടില്ലയോ ഗത്തി പണ്ട് ആഗീഷിന്റെ മുന്നിൽ ചെന്നപ്പോൾ ആഗീഷ് ചോദിച്ചു, നമ്മുടെ ദാവീദല്ലയോ ഉടനെ പുള്ളി തുപ്പലി വെക്കെ വെച്ചു. അപ്പൊ ആഗീഷ് ഒന്നുകൂടെ നോക്കിയപ്പോ വട്ടനാണല്ലോ. ആഗീഷ് പറഞ്ഞു, ഇവിടെ വട്ടന്മാരിലായിട്ടാണോ ഈ വട്ടനെ?
ഇവിടെ എല്ലാം അരവട്ടം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുക്കാവട്ടന ഇവിടെ അടിച്ച് ദൂരെ കളയടാന്ന് പറയും. അപ്പൊ അതിന് പുള്ളി പിന്നെ ഇങ്ങനെ വട്ട് കളിച്ചിരിക്കുക, തുപ്പല് വെക്ക വലിപ്പിച്ചു. അപ്പൊ ഒരു പ്രത്യേകം എടാ വട്ട ഓ കൊട്ടാരത്തിൽ കയറിയാണോ കോക്കാൻ ബീച്ച് കാണും. ഇപ്പോൾ എൻ്റെ ഭാവനയാ ആ പെടലിക്ക് പിടിച്ച് ഞങ്ങളുടെ കുട്ടനാട് പക്ഷേ തത്തിച്ചോണ്ട് പോകുമ്പോഴും പുള്ളി ഇങ്ങനെ വട്ട് കാണിക്കുക. എത്തിച്ചുകൊണ്ട് ബൗണ്ടറിയുടെ അവിടെ വന്നൊരു ആകത്തിലൊരു തള്ളി അങ്ങോട്ട് വിട്ടപ്പോ തള്ളി വന്ന സ്പീഡിൽ ദാവീദ് പാടുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. അതാ 34 സങ്കീർത്തനത്തിന്റെ ഹെഡിങ്. ഗത്തിലെ ആഗിഷിന്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമമെല്ലാം നടിച്ച് നല്ല ബുദ്ധിയാ ദാവീദ്. ബുദ്ധിയുള്ളത് കൊണ്ട് മെഫീബോശത്തിന്റെ അകത്ത് ഭയം കയറി. ആ ഭയം മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദിന് പിടികിട്ടി, ഇവൻ പേടിച്ചരണ്ടിരിക്കുക. അതുകൊണ്ടാ 9:7 പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ വല്യപ്പന്റെ നിലവെല്ലാം നിനക്ക് മടക്കി തരിക. നീയോ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, അറക്കാൻ കൊണ്ടുവന്നതല്ല, മുടിച്ചു കളയാൻ കൊണ്ടുവന്നതല്ല. നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ പോകുകയാ. നീ അർഹിക്കാത്ത നന്മ ഇന്ന് രാത്രി തരാൻ പോകുകയാ. നഷ്ടപ്പെട്ട പിതൃസ്വത്ത് ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരിക. ദൈവത്തിന് മഹത്വം. ആമേ. സമൃദ്ധിയായ ജീവൻ നൽകാൻ നല്ല ദാവീദാകുന്ന യേശു ക്രിസ്തു സ്വർഗം മഹിമ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞാനും നിങ്ങളും ഒരു കാലത്ത് വരണ്ട സ്ഥലത്ത് കിടന്നതാ, ആർക്കും വേണ്ടാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് മരണഭീതികളിൽ അടിമപ്പെട്ട് ചിത്തഭ്രമത്തിൽ ആകുല ചിന്തകളിൽ ഭാരപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും ആ മുൻകാലങ്ങളിൽ ജീവിച്ച സ്ഥലം, ആ വരണ്ട സ്ഥലം, അവിടെ നിന്ന് അവൻ കോരിയെടുത്ത് സങ്കീർത്തനക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ നാശകരമായ കുടിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് നിന്നെ കോരിയെടുത്ത് നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി നല്ല പാറയാകുന്ന ക്രിസ്തുവിൽ കൊണ്ട് നിർത്തുക മാത്രമാണോ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് നിനക്ക് തിരിച്ചു തരിക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദാവീദ് പറയുകയാ, നിന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാൽ ആത്മീക പാഠം പറഞ്ഞങ്ങ് നിർത്താം. ആദി പിതാവാകുന്ന ആദമിനാൽ, ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും ആത്മീക ഭാഷയെ പറഞ്ഞാൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അത് അടുക്കടുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അതിന് മുതിരുന്നില്ല. ആദി പിതാവാകുന്ന ആദാം മുഖാന്തരം മനുകുലത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും അധികാരവും അവകാശവും ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമുക്ക് തിരികെ തരുന്ന കൃപയ്ക്കായിട്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അതിൽ 1-2 കാര്യം കമ്പിവാചകം പോലെ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. ആദ്യത്തെ ആദാമിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു. അത് ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തിരികെ കിട്ടും. ആ അധികാരം എന്താന്ന് ചോദിച്ചാൽ, ദൈവം തമ്പുരാൻ ആദാമിനെ വിളിച്ചു പറഞ്ഞത് മൃഗത്തിനെല്ലാം പേരിടാൻ പറഞ്ഞു. ആദാം ഇട്ടതവയ്ക്ക് പേരായിരുന്നു. അധികാരമുണ്ട്, കാരണം വാടാനല്ലേ കർത്താവ് പറഞ്ഞേ. ആ അധികാരമുള്ളത് കൊണ്ട് കൊമ്പനാന ഇങ്ങോട്ട് വന്നു. അന്ന് ആനയെന്നൊന്നുമല്ല, ഞാൻ മലയാളീകരിച്ച് അങ്ങ് പറയാ. മൃഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുമ്പിക്കൈയെ പിടിച്ചൊരു തൂമ്പും ആ കൊമ്പയിലൊരു തടകും. ആന പോ. എന്ത് അനുസരണത്തോടെ ആന? നിനക്കിപ്പോ ആനയുടെ പിണ്ടത്തെ ചവിട്ടാൻ വരെ പേടിയാ. സ്തോത്രം. കടുവ അധികാരമുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ അധികാരം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. അതിൽ നീ ചുമ്മാ ബൈക്കാ പോയാലും അവിടുത്തെ പട്ടി ഉടനെ കുരച്ച് നിന്റെ പുറകെ വരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം തങ്കച്ചനാ വരുന്നത് പട്ടിക്ക്. ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പുറത്തെ പട്ടിക്ക് പോലും നിന്നോട് യാതൊരു ബഹുമാനവും. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ആദിപിതാവാകുന്ന ആദാം മുഖാന്തരം അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്കത് തിരികെ കിട്ടും.
എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയിൽ പുള്ളിപ്പുലിയും ചെന്നായും കുഞ്ഞാടും സകലത് ഒന്നിച്ച് മേകുന്ന ഒരു സുദിനമുണ്ട്. സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് കൊച്ചൻ കൈയിടും, ഒരു ബാബാ സുരേഷും വേണ്ട. ഇപ്പം അദ്ദേഹം വേണം. ഇപ്പൊ അദ്ദേഹത്തെ പോലുള്ളവരും വന്നെങ്കിലേ സ്തോത്രം. നീർക്കോലിയെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചിരിക്കുക, ബാബാ സുരേഷ്. എന്നാൽ 1000 ആണ്ട് വാഴ്ച ഒരു സുരേഷും വരണ്ട. ഈ കൊച്ചൻ കൊണ്ട് ഇങ്ങോട്ട് നോക്കണം, എടാ നീ സർപ്പത്തിന്റെ പോത്തി കൈയിടുവന്ന് അവനെ വിളിച്ചു, നീ പാമ്പിന്റെ പൊത്തിക്കൊണ്ട് കൈയിടുവന്ന്. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ്റെ വരുന്നു പരമേശൻ, ഈ പാരിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ, ഈ പാരിൽ. അറിയാവുന്നവർ ചേർന്ന് പാടും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോതമതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, ഗോതമതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ്റെ വരുന്നു പരമേശൻ, ഈ പാരിൽ ഭരണം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. അപ്പോൾ ആദിപിതാവാകുന്ന ആദം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ സകല അധികാരവും നമുക്ക് തിരികെ കിട്ടും. മാത്രമല്ല, 2, ആദിപിതാവെന്ന ആദാം മുഖാന്തരം തേജസ്സിന്റെ വസ്ത്രം പോയി. ആ ഭാഗം ഒന്നും ഞാൻ വിവരിക്കണ്ടല്ലോ. വസ്ത്രം പോയി. തള്ളയായിരിക്കും മിക്കവാറും അത്തിയല തുന്നിയത്, തയ്യക്കാരി. അതുകൊണ്ടാണ് നമ്മൾ പെന്തിക്കോസുകാരില്ല ഈ തയ്യൽ മെഷീൻ ധാരാളം കൊടുക്കാറുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. ആ തള്ളയാ ആദ്യത്തെ തയ്യക്കാരി. പെന്തിക്കോസുകാർ കൂടുതൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ സെന്ററിന്റെ ഭാഗം ഒരു 5 തയ്യൽ മെഷീൻ. അന്നേരം നേരെ 3 പോകണം. തള്ള ഇതെല്ലാം കൂടെ തുന്നി വേറെ എന്തുവാ ഇല്ലാതെ. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അത്തിയല കൂട്ടിത്തുന്നി അരയാടി ഉണ്ടാക്കി പോയി ഒളിച്ചത്. എന്നാൽ ഒടുക്കത്തെ ആദാം നിമിത്തം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവരുണ്ടാ. നമ്മുടെ പെന്തിക്കോസുകാരെല്ലാം വലിയ വലിയ തുണിക്കട കയറിയാ ഇറങ്ങി വരികയല്ലോ. രാവിലെ കയറിയതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിശേഷിച്ച് വെളിയിൽ നിന്നൊക്കെ വരുന്നവര് അവിടെ അത് കിട്ടത്തുമില്ലായിരിക്കും, വിലയും കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ ബാക്കുട്ടി നാളെ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം, അയ്യോ നാളെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്, എന്നാലും എപ്പോൾ പോകുമായിരിക്കും, 7:30 പോകണം എന്നാ സൂസമ്മ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ കട തുറന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ച് വരാം. അന്നേരം ആ സെക്യൂരിറ്റി പറഞ്ഞ് 8:30 തുറക്കുള്ളൂ. നമുക്ക് ആര്യാസിൽ കയറി 2 തുറന്നുടനെ ചാടി അകത്ത് കയറി. 5-6 നിലയുള്ള കടയാ. അങ്ങ് കയറി അങ്ങ് പോയി. പുള്ളിയോട് പറഞ്ഞ് വിടിരുന്നോളാൻ. പുള്ളി നിറന്നറാന്ന് അവിടെ. പിന്നെ ചില കടയിൽ കയറി ആ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുതരും. അവർക്ക് മനസ്സിലായി നല്ല പിടിപ്പുള്ള അച്ചാനും അമ്മാമ്മയാ. പുള്ളി ഒരു 7 ജ്യൂസ് കുടിച്ചു. കുത്തിയിരുന്ന് കുടിക്കുക. തള്ളയും കൂട്ടുതള്ളയും കൂടെ മേളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക. സ്തോത്രം. ഞാനൊന്നും വിവരിക്കുന്നില്ല, എടുത്ത് നോക്കിയിട്ടൊന്നും ഒക്കുന്നില്ലല്ലോ. അത് നിങ്ങളുടെയും കുഴപ്പമല്ല, ആദ്യത്തെ തള്ള കാരണമാണ്. ആ തള്ള ഈ പാപം ചെയ്തത് കൊണ്ടാ ഈ കരിക്കിനത്തിലും കല്യാണിലും പിന്നെ ഇവിടെ ഏതൊക്കെയാ പുതിയതുണ്ടല്ലോ, ഏതാണ്ട് ഉണ്ട്. ഏതാ മോനെ പൂജ, അതെവിടെ കൊട്ടാരക്കല്ലാന്നോടെ പോത്തീസ് മടയാന്ന്
ആ പോത്തീസോ നിങ്ങൾ എവിടാ കയറിയേ? പൂജയിലാ കയറി. അവൻ പൂജയിലാ കയറി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ സത്യം പറഞ്ഞല്ലോ. സ്തോത്രം. അതാരുടെയും കുഴപ്പമല്ല. നേരെ കയറിപ്പോയി 50,000 എത്ര ലക്ഷത്തിന്റെ അടുത്ത് അടിച്ച് മിന്നുക. എന്നിട്ടും അത് ചേരുന്നില്ലെന്നാ പറയുന്നേ, ഇല്ലേ? ചേരുന്നില്ല. അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. മൂലകാരണം അവിടെ കിടക്കുന്നത്. സ്തോത്രം. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. അവസാന സെയിൽസ്മാൻ അങ്ങ് പ്രാഴുക. ദൈവമേ, പലയൊക്കെ രാവിലെ വന്നിട്ട് 9:30 ആയാലും ഇറങ്ങി. പണ്ട് ഞാൻ പ്രസംഗിച്ചും പറഞ്ഞതാ, ഒരു സംഭവം നടന്നതാ, നിങ്ങളും കേട്ടിട്ടുള്ളത്. ഒന്നുകൂടെ അങ്ങ് പറയുക. നമ്മുടെ കക്ഷിയാ കയറി ചോദിച്ചു, ഈ വേറെ ഏതാന്ന് ചോദിച്ചു. ഇനിയുണ്ടോ എന്ന് ചോദിച്ചു. ഓരോ തുണി എടുത്ത് കാണിക്കുക. അത് മുഴുവൻ വലിച്ചിട്ട് അവനങ്ങ് കുഴഞ്ഞു. ഇനി ഏതാ? വേറെ ഉണ്ടോ? അവസാനം അവൻ സായിക്കിട്ട് പറഞ്ഞു, ഇനിയുണ്ട്, എൻ്റെ ഉടുതുണി അതരിയല്ലെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന മുഴുവൻ അവൻ കാണിച്ചിട്ട് തള്ളക്ക് ചോദിച്ചു, ഇനി ഏതാ? അവൻ പറഞ്ഞു, ഇനി തുണി അത് ഞാൻ കാണിക്കത്തുമില്ല, തരുത്തുമില്ലെന്ന് പറഞ്ഞു. എന്നാലേലും ഇറങ്ങി പോകട്ടെന്ന് ഓർത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഈ തേജസ്സിന്റെ വസ്ത്രം അന്ന് നഷ്ടപ്പെട്ടു ആദിപിതാവ് മുഖാന്തരം. എന്നാൽ ഒടുക്കത്തെ ആലാം മുഖാന്തരം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കിട്ടും. അതാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് പറഞ്ഞ പദമെല്ലാം നമുക്ക് മനപ്പാഠം. മരണ വീടുകളിലൊക്കെ ആ പദം കൂടെ അഭിഷിക്തന്മാര് പറയും, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ന്യായ പ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതൊരു ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരത്തിന്റെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനം അവിടെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കപ്പെടുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ കെടുതി ക്ഷീണോ ഈ കെടുമതികളെല്ലാം മാറും. നിനക്ക് തേജസ്സിന്റെ വസ്ത്രം കിട്ടുമെന്ന്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇത് കാൽവരിയിൽ നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി തന്നു. ഇന്ന് രാത്രി നിന്റെ നിരാശകൾ, ഭീതി, മരണഭീതി, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിപിതാവ് മുഖാന്തരം മരണം വന്നു, മരണഭയം വന്നു. ഒടുക്കത്തെ ആദാം മുഖാന്തരം പറയാ, ഇനി മരണം ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ ആദാം മുഖാന്തരം മരണം സംഭവിച്ചപ്പോൾ ഒടുക്കത്തെ ആദാം മുഖാന്തരം മരണം നീങ്ങുക മാത്രമാണോ നമുക്ക് ജയം തന്നിരിക്കുക. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. തളിക്കുകയും കൊടയുകയും മെടുക്കുകയോ ഒന്നുമില്ല. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോണം. അഭിഷേകം പ്രാപിക്കണം. ആ പറവൊക്കെ എടുത്ത് ചിലർ വാദിച്ചോട്ടെ, മറുഭാഷ പറയണമെന്ന്. നിന്നു പോയെന്ന് ചിലർ പറയുന്നു. അവർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. എന്നെ പോലെയുള്ളവർക്കും. പിന്നെ നിന്നോ നിന്നില്ലയോ, നിന്നോ തർക്കിക്കാൻ ഞാൻ ആളല്ല. നിന്നോ നിന്നില്ല, നിന്നോ നിന്നില്ല എന്നതാണ്. അയ്യോടി, ഗുരുവും ശിഷ്യനും കൂടെ എത്ര ദിവസവും എത്ര നാള് തർക്കിച്ചു. ഗുരുവും ശിഷ്യനും ആരാന്ന് മനസ്സിലായി കാണും. കേരളത്തിലെ ഗുരു ആറാട്ടുപുഴ യോഗം നടത്തി പറയും നിന്നെന്ന്. ശിഷ്യൻ പൂവത്തൂര് യോഗം ഇട്ട് പറയും നിന്നിട്ടില്ലെന്ന്. ഗുരുവും ശിഷ്യനും ആരാന്ന് മനസ്സിലായല്ലോ. സ്തോത്രം. ഇത് തർക്കിക്കാനും വാദിക്കാനും ഒന്നുമില്ല. ഇത് നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം. അത് ഞാൻ മിക്കയിടത്തും പറയുന്നതാ.
നമ്മുടെ ഭാഷയാ, പെന്തിക്കോസ് ഭാഷയാ. പോരാട്ടവും ബന്ധനവും ആഭിചാരവും ശൂദ്രവും മാന്ത്രവും താന്ത്രമുള്ള വീടുകളിൽ, ദേശമോ വീടുകളോ ഉണ്ടെങ്കിൽ ആമൻ ആത്മനിറവിനെ പ്രാപിച്ച ദൈവമക്കൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്ന് മുഴങ്കാലം അടക്കി, എൻ്റെ ഭാഷയാ, തമ്പേറും ഒക്കെ എടുത്തോണ്ട് എന്ന് മുഴങ്കാലം അടക്കി പാട്ട് പാടി ആത്മനിറവിൽ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ സകല കെട്ടും പൊട്ടുമെന്നായി പറഞ്ഞത്. ഇത് നിന്നിട്ടില്ല അച്ഛാ, നിനക്ക് നിന്നിട്ടില്ല, ഇത് നിൽക്കത്തില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നിന്നോടല്ല ദൈവത്തോടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിനെ പ്രാപിച്ചോണം. തർക്കിക്കാൻ ഞാനല്ല, വാദിക്കാനും ആളല്ല, നിന്നിട്ടില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ എടുക്കണം, വേർപാട് പാലിക്കണം. സ്തോത്രം. നീ കൂട്ടായ്മ ആചരിക്കണം, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. അങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുന്നവർ കാകളം അങ്ങോട്ട് ഒതുനിക്കുമ്പോൾ ഈ മൺമയമായ ശരീരം അങ്ങ് മാറും. തേജസ്സിന്റെ ശരീരം നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. സകല ഭീതികൾ മാറും, സകല മരണഭീതി മാറും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ പാട്ടിന്റെ 2 അടി പാടി ഇന്ന് രാത്രി നമുക്ക് യോഗം അങ്ങ് നിർത്താം. എന്നോട് കൃത്യമായിട്ടൊരു സമയം 9 നിങ്ങോട്ട് പറഞ്ഞു തോന്നില്ലയോ? 9 കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തുവായി? എത്ര ആയുള്ളൂ? ഞാനോർത്ത് 10-10 ആയത്. എന്നാ ഇനി ഇത് മതി. സ്തോത്രം. ഈ പ്രകൃതിയെല്ലാം മാറും. ആദിപിതാവിനാൽ നഷ്ടപ്പെട്ടതെല്ലാം, ആദ്യത്തെ ആദാമിനാൽ നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുക. അത് കാൽവരിയിൽ നമുക്ക് വേണ്ടി നിറവേറ്റി സകലത് നിവൃത്തിയാക്കി അവിടുന്ന് കടന്നുപോയി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള അവിടുന്ന് വരും. എന്തിന്? തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. വിശ്വസ്തയോടെ ദൈവത്തെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, മക്കളെ നിങ്ങളെല്ലാം ദൈവകൃപയിൽ നിന്നോണം, സിനിമ ഒന്നും കാണരുത് കേട്ടോ. ആരേലും നേർച്ചയോ കാഴ്ചയോ കൊണ്ട് തന്നാൽ തിന്നേക്കരുത്. പിള്ളേർക്ക് അവരോട് പിണങ്ങൊന്നും വേണ്ട, പറയണം ഞങ്ങൾ പെന്തിക്കോസുകാരാ, ഞങ്ങൾക്കിത് പെൺപിള്ളേരോട് പൊട്ടൊന്നും പോയി തൊടരുത്. കൂട്ടുകാരി പറയും, ഇടി നിനക്ക് ഇണങ്ങുന്നുണ്ട്, തൊടരുത്. തള്ളമാരോട് പറയാം, കൊച്ചുങ്ങളെ പെന്തിക്കോസുകാരി കൊച്ചുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. തിന്തരികിടതും കുച്ചിപ്പുടി, അവസാനം ഇവള് കുച്ചിപ്പുടി പിടിച്ച് നിന്റെ ഉച്ചി പിടിക്കും, ഒത്തയാവനെയും പിടിക്കും. മനസ്സിലാകുന്ന ഈ പറയുന്ന കാര്യം. വേർപാട് പാലിച്ചോണം. പെന്തിക്കോസുകാരോടാ പറയുന്നത്, യോഗ്യമായ വസ്ത്രം ധരിച്ചോണം. ഇതൊക്കെ ഞാൻ പറഞ്ഞാലേ ഒക്കുവുള്ളൂ. അതുകൊണ്ടാ. സ്തോത്രം. യോഗ്യമായ വസ്ത്രം ധരിച്ചോണം. മോള് വസ്ത്രം എടുക്കുമ്പോ അമ്മ പറയണം, മോളെ നമ്മൾ പെന്തിക്കോസുകാർ. തള്ളയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അവള് കുറച്ചുകൂടെ മര്യാദയാ. പിന്നെ സ്തോത്രം. ആൺപിള്ളാരോടും പറയാ, നീ കോക്കാമ്പീച്ചൊന്നും കാണിക്കരുത്, നീ പെന്തിക്കോസുകാരനാ. മാനം മര്യാദയ്ക്ക് ജീവിച്ചോണം. അയലത്തുകാരോട് പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത്. അതിന് തർക്കമാ. ഒരടി കൂടുതൽ എടുത്ത് കൊടുത്തേക്കണം. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവല്ലേ? പോകുന്നില്ലേ? ആർക്കും പോകണ്ടേ? അമ്മ കൊച്ചമ്മ ഇങ്ങോട്ട് നോക്കിയെന്നേ അല്ലേ? പിന്നെ ചെവിയൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ മേലോട്ട് പോവല്ലേ? സഹോദരനോ അയലത്തുകാരാ ഒരു ചുവടെടുത്ത് കൊടുത്തേക്കണം. നിനക്കൊരു ദോഷവും വരികയല്ല. സ്തോത്രം. ഇപ്പൊ ചക്ക, ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ചക്കയുടെ സീസണാ. ചക്ക ഉണ്ടെങ്കിൽ നിനക്ക് ഒരു ചകണി കളയാനോ എന്നാലൊരു സഹോദരി പറഞ്ഞ് അരക്ക, പിന്നെ ചക്കക്കകത്ത് തന്നെതാ അമൃതാന്ന് ഇറങ്ങി വരുന്നത്. ഇതൊന്നും കഴിയല്ല. അപ്പൊ കഴിയത്തില്ലെങ്കിൽ കഴിവുള്ളവർക്ക് കൊടുത്തേക്കണം. സ്തോത്രം. ആ തേങ്ങ ഇടുമ്പം 50 തേങ്ങ കിട്ടുന്നെങ്കിൽ ഒരു 10 തേങ്ങ പെയ്ത്തോമിൽ 5, 50 ആണെങ്കിൽ 100 ആന്നേ 10 പെയ്ത്തോമിൽ, 10 എണ്ണം മറ്റുള്ളവർക്കും. 80 എണ്ണം പോരെ? പറ. 100 വേണോ? നിങ്ങൾ പറ, എന്തേലും പറ. പറ. 80 പോരെ? അല്ല, അറിയണം, അതിനാ ചോദിച്ചത്. ഇതിനൊക്കെ സഭ നിനക്ക് 5 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ, 10 ഏക്കർ ഉണ്ടല്ലേ, 2 ഏക്കർ ഉണ്ട്. അങ്ങനെ സ്ഥലമുള്ളവരെല്ലാം കൂടെ 1 ഏക്കർ സ്ഥലമെങ്കിലും സഭയ്ക്ക് കൊടുക്കണം. 10 ഏക്കർ ഉണ്ടെങ്കിൽ 1 ഏക്കർ കൊടുക്കണം. അല്ലാതെ 5.5 സെന്റിനകത്ത് ഒരു ഹോള് വെച്ചേച്ച് അപ്പുറത്തോട്ട് ഇറങ്ങാൻ മേല ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ മേല. പാസ്റ്ററോട് പറഞ്ഞ് മേളിപ്പണി. അഞ്ചര സെന്റ് സഭയ്ക്ക് കൊടുത്തേച്ച് പിന്നെ ഇവൻ ആ സഭ നിയന്ത്രിക്കുന്നത് എന്നതാടാ? മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? നിനക്ക് 2-3 ഏക്കർ ഉണ്ടെങ്കിൽ സഭയ്ക്ക് കൊടുക്കേ. ഇതൊന്നും കൊണ്ട് നീ ഒന്നും പോകുകയല്ല.
കൂട്ടി കൊച്ചുങ്ങൾ നിനക്ക് ഗുണവും വരുത്തുകയല്ല, ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. നിനക്ക് വല്ല ഗുണവും വരണമെങ്കിൽ ദൈവം തമ്പുരാൻ അയക്കണം. അതുകൊണ്ട് നല്ല രീതി ജീവിക്കേ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ആരോടും വഴക്കുണ്ടാക്കരുത്, അയലത്തുകാരോടൊന്നും കയറി വഴക്കുണ്ടാക്കരുത്, സഹോദരങ്ങളുമായിട്ട് ഇതോടെ പറഞ്ഞേച്ചേ നിർത്തുന്നുള്ളൂ. സഹോദരങ്ങളോടൊന്നും കയറി വഴക്കുണ്ടാക്കരുത്. സ്തോത്രം. കഴിയുമെങ്കിൽ സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചോണം. വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം. നമ്മളെ കാണുന്നവർ പറയണം അവ ദൈവ പൈതലാന്ന് പറയണം. സാക്ഷ്യത്തോടെ ജീവിച്ചു, നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. നഷ്ടപ്പെട്ടു പോയതല്ല നമുക്ക് തിരികെ കിട്ടും. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന കർത്താവിന് കരമുയർത്തി ഹല്ലേലൂയ പാട്. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടാം. ദൈവദാസന്മാരെല്ലാം ഒന്ന് സ്റ്റേജിൽ നിന്ന് എഴുന്നേക്കാമെങ്കിൽ, നിങ്ങൾ ആരും എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ പോകും. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി. നമുക്ക് ഒടുവിൽ എഴുന്നേറ്റ് പോകാം. അപ്പൊ ഈ 2 ശീലി പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ ഈ ദ്രവത്വമുള്ളതങ്ങ് മാറും, അദ്രവത്വമായതൊന്ന് കിട്ടും. ഈ മൺമയമായത് മാറും, വിണ്മയമായതിന് ലഭിക്കും. തേജസ്സിന്റെ വസ്ത്രവും തേജസ്സിന്റെ ശരീരവും അവിടുന്ന് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ എല്ലാ നിമിഷ, മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ, കൈയടിച്ച് എല്ലാ നിമിഷ, കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ ജഡജട ഉയർത്തിടും തിരുമുഖം കാൺമാൻ, ജഡജട ഉയർത്തിടും തിരുമുഖം കാൺമാൻ, വരനെ നിന്നെ കാൺമാൻ എനിക്കധികം. ചേർന്ന് പാടാം, കൈയടിച്ച് പാടാം. ഓ വരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. ഓ വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം കണ്ടു കൊതി തീരാനും ഉണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. യുദ്ധരല്ല ഗീതം പാടൂ തന്റെ വരവിൽ, യുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും കോച്ചിക്കും, ആർത്തും കോച്ചിക്കും, ആർത്തും കോച്ചിക്കും, ആർത്തും കോച്ചിക്കും. ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ, വരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതി. ഓ വരനെ നിന്നെ കാൺമാൻ കൊതിയുണ്ട്. വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം. ഓ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, ഓ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ, ഓ എല്ലാ നിമിഷ, മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം. കാകല ധോനിയിങ്കൽ കാകല ധോനിയിങ്കൽ കാകല ധോനി, കാകല ധോനി. ഓ ചടുതട ഉയർത്തിടും തിരുമുഖം കാണോ, ചടുതട തിരുമുഖം കാണോ. ഓ വരനെ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. വരനെ നിന്നെ എനിക്കധികം കൊതിയുണ്ട്. വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം, വരനെ നിൻമുഖം കണ്ടു കൊതി തീരാനും ഉണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. വരനെ നിന്റെ വരവൂ ഏതു സമയം, ഓ അറിയുന്നില്ല. വരനെ
എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ വരനേ നിന്നെ ഓ ശബടമനപടമല തിരുവികപടപടപടല വരനേ നിന്നെ കാണോ ഓ എനിക്കധികം കൊതി വരനേ നിൻമോകം വരനേ നിൻമോകം വരനേ ഊടാറവ ശബടമനപടമല തിരുവികപടപടപടപടല നമ്മുടെ കരമുയർത്തി ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ആമേൻ. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മുടെ രോഗം ഇന്ന് രാത്രി തീരുകാമല്ലോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം.